പ്രിയപ്പെട്ട ഹൗസ് മാനേജർമാരെ, നിങ്ങളെ ആദരിക്കുന്ന ഈ ദിവസത്തിൽ എല്ലാ സ്ത്രീകൾക്കും എല്ലാ സഹോദരിമാർക്കും ലോക വനിതാ ദിന ആശംസകൾ ആദ്യം നേരട്ടെ. ഒരു ലോക കായിക വേൾഡ് ചാമ്പ്യൻഷിപ്പ്, നിങ്ങൾ ലോകത്തിൽ മൊത്തം കായിക മത്സരം ഉണ്ടാവില്ല, ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പില് 10,000 മീറ്റർ ഓട്ട മത്സരം, 10,000 മീറ്റർ കുറെ ഓടണം, 10,000 മീറ്റർ ഓട്ട മത്സരത്തിന്റെ ഫൈനൽ കെനിയ എന്ന സ്ഥലം കേട്ടോ. കെനിയ ഉസൈൻ ബോൾട്ട് കേട്ടില്ല, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന മനുഷ്യൻ ആ നാട്ടുകാരനാണ്. കെനിയ എന്ന രാജ്യത്തുള്ള അബേൽ മുത്തായി എന്ന് പറയുന്ന ഒരു കറുത്തവർഗക്കാരനായ ഒരു ഓട്ടക്കാരൻ, അയാളാണ് ഏറ്റവും ഫ്രണ്ടിലുള്ളത്. സ്വർണ്ണ മെഡൽ ആക്കി വരും. അയാളെ തൊട്ട് ബാക്കിൽ ഒരു 200-250 മീറ്റർ ബാക്കിലാണ്. 10,000 മീറ്റർ ആകുമ്പോൾ നല്ല ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും. ഒരു 10-200 മീറ്റർ ബാക്കിലായിട്ട് സ്പെയിനിൽ നിന്നും വന്ന ഇവാൻ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു ഓട്ടക്കാരൻ, അയാൾ രണ്ടാമതാണ്. അങ്ങനെ ബാക്കിയുള്ളവർക്ക് കുറച്ച് ദൂരമുണ്ട്. ഫൈനലാണ്, 8 ആളാണ് മത്സരിക്കുന്നത്. ഈ കെനിയക്കാരനായ അബേൽ മുത്തായി എന്ന് പറയുന്ന ആ ഓട്ടക്കാരൻ ഓടി വന്ന് അത് നിർത്തി ഓട്ടം. പക്ഷെ അയാൾ നിർത്തുമ്പോഴേക്കത്തെ സ്ഥിതിയോ ഫിനിഷിംഗ് പോയിന്റ് നിന്ന് വീണ്ടും ഒരു 200 മീറ്റർ പിന്നിലാണ് അത് നിന്നത്. ഫിനിഷ് ആയിട്ടില്ല. അയാൾക്ക് സ്വർണ്ണ മെഡൽ കിട്ടണമെങ്കിൽ ഒരു 3 മീറ്റർ പിന്നെയും വിടണം. അയാൾക്ക് കൺഫ്യൂഷൻ, അയാൾക്ക് ആശയക്കുഴപ്പമായി. അയാൾ ചോദിച്ചു കഴിഞ്ഞു, ഓട്ടം കഴിഞ്ഞു, എനിക്ക് സ്വർണ്ണ മെഡൽ കിട്ടി, എനിക്ക് ഞാൻ ഓടം വെക്കാനല്ലോ. അയാൾ വെറുതെ കേൾക്കണേ. അപ്പൊ ഈ ബാക്കിൽ ഓടി വെച്ച് ഈ സ്പാനിഷ് താരമായി ഇവാൻ ഫെർണാണ്ടസിന് മനസ്സിലായി ഈ കക്ഷിക്ക് തെറ്റുപറ്റിയാണ്. അയാളത് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, തീർന്നിട്ടില്ല, ഓടിക്കോ ഓടിക്കോ, കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട്. എവിടെ മനസ്സിലാവാൻ? ഇയാൾക്ക് സ്പാനിഷ് ഭാഷ അറിയില്ലല്ലോ, ഇയാൾക്ക് കെനിയൻ ഭാഷ അറിയോ, മറ്റേ സ്പാനിഷ് ഭാഷ അറിയാതെ ഇയാളിങ്ങനെ 12 പെരിച്ചായാലും മാതിരി ഞങ്ങൾ നാട്ടിൽ വാക്കാം മലബാറിലെ ഇതിനെ വെറുതെ. അവസാനം ആൾക്കാരൊക്കെ പറഞ്ഞു ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല, തീർന്നു, സ്വർണ്ണം കിട്ടി. സ്വർണ്ണ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 10,000 മീറ്ററിലെ സ്വർണ്ണ മെഡൽ ജേതാവായി ഞാൻ നിൽക്കുക. മറ്റേയാൾ ഓടി വന്നിട്ട് എന്താ ചെയ്തറിയ, ഈ കക്ഷിയെ ഈ കെനിയക്കാരനെ പിടിച്ച് നിർത്തിയിട്ട് ഈ സ്പാനിഷ് അത്ലറ്റായ ഇവാൻ ഫെർണാണ്ടസ് അയാളെ തള്ളി മുന്നോട്ട് കൊണ്ടുപോയി. അയാളെ തള്ളി കൊണ്ടുപോയിട്ട് 3 മീറ്റർ തള്ളി കൊണ്ടുപോയിട്ട് ഫിനിഷിംഗ് വരെ അപ്പുറത്ത് എത്തി എന്ന് ഉറപ്പുവരുത്തിനു ശേഷം മാത്രം അയാളെ സ്വർണ്ണ മെഡല് ആര് കിട്ടി? ഈ കെനിയക്കാരൻ നിന്ന് കിട്ടി. ആര് വാങ്ങിക്കൊടുത്ത ഒരർത്ഥത്തിൽ പറഞ്ഞാല് ആ സ്പെയിനുകാരൻ, മനസ്സിലാവുന്നില്ലേ? തലയാട്ടി കൂടെ ഓക്കെ, ആ സ്പാനിഷ് താരം. ഇയാളോട് പത്രക്കാരൻ ചോദിച്ചു, എന്തൊരു വിഡിത്തം നിങ്ങൾ ചെയ്തത്? ഒരു ലോക കായിക മേളയിൽ സ്വർണ്ണ മെഡൽ കിട്ടാനുള്ള അപൂർവമായ ഒരു അവസരം കളഞ്ഞു പൊളിച്ചില്ലേ? എന്തിനു വേണ്ടിയിട്ട് ചെയ്ത പരിപാടി? അയാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ദിവസം സ്പോർട്സിന്റെ ട്രാക്കിൽ ഉണ്ടാവുന്ന സ്വപ്നങ്ങൾ കളഞ്ഞ മറ്റുള്ളവരെ നമുക്ക് മുന്നോട്ട് പുഷ് ചെയ്ത് അവരെ ജേതാക്കളാക്കാൻ തോന്നുന്ന ഒരു മനസ്സ് കായിക താരങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കളഞ്ഞ പത്രക്കാരൻ വീട്ടിൽ ചോദിച്ചു, എന്നാലും ആയിക്കോട്ടെ, ഒരു സ്വർണ്ണത്തിലെ കുഞ്ഞു കളഞ്ഞ അതൊക്കെ എന്റെ കാര്യം ഉണ്ടായിരുന്നോ? അത് ചോദിച്ചു, അഥവാ ഞാൻ ഈ സ്വർണ്ണ മെഡൽ നേടി വെച്ചോ, ആ വിജയത്തിൽ എന്ത് മെറിറ്റാണ് ചോദിച്ചു. എന്ത് മെറിറ്റാണ് എനിക്ക് ആ വിജയത്തിലുള്ളത്? ഒരു മെറിറ്റുമില്ല. അയാൾക്ക് അർഹതപ്പെട്ട വിജയമാണ്. 100% ജയിക്കേണ്ട ഒരാളാണ്. അവർക്ക് എന്നാലും നിങ്ങൾ വേണമല്ലോ. അതിനാണ് ഒരു മറുപടി, സുഹൃത്തെ, ഞാൻ അയാളുടെ ആശയക്കുഴപ്പം മുതലെടുത്ത് സ്വർണ്ണ മെഡലുമായി ഞാൻ തിരിച്ചു പോയാൽ എന്റെ അമ്മ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? അതാണ് പറഞ്ഞ വാചകം. എന്റെ അമ്മ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? ഒരിക്കലും എന്റെ അമ്മയത് ആക്സെപ്റ്റ് ചെയ്യില്ല, ഒരിക്കലും എന്റെ അമ്മയത് അംഗീകരിക്കില്ല, എന്റെ നാട്ടുകാരത് അംഗീകരിക്കില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യില്ലെന്നോ. പണവും പദവികളുമല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. മൂല്യങ്ങളും നല്ല ചിന്തകളാണ്. അപ്പൊ അയാൾ മനസ്സിനെ അലട്ടിയ മെയിൻ ചിന്ത, അവിടെ ഞാൻ ഗോൾഡ് വാങ്ങിയ എന്റെ അമ്മ എന്റെ വീട്ടിൽ കെട്ടില്ലെന്നാണ്. അമ്മയോട് ഇറങ്ങിക്കോ, നീ ഇനി വീട്ടിൽ കണ്ട, നീ എന്തിനാണ് അയാളെ പറ്റിച്ചിട്ട് സ്വന്തം തരില്ല. ഒരമ്മ ഒരു മകന്റെ മനസ്സിൽ വളർത്തിയെടുത്ത ഒരു മൂല്യബോധം നിങ്ങൾ ആലോചിക്കുകയാണ്. അച്ഛന്മാരും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അമ്മമാർക്കൊക്കെ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇവരെ നമ്മുടെ തലമുറയെ, അടുത്ത തലമുറയെ അതുപോലെ സ്വാധീനിക്കാൻ, അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അത് ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിൽ പോകണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ സദരി എന്നൊരു പേരാണ്. കൈകൃഷ്ണ ബ്യൂട്ടിഫുൾ നെയിം. അതായത്
ഒരു വനിതാ ദിനത്തിന് ഒരു പ്രോഗ്രാം നൽകാവുന്ന ഇത്രയും മനോഹരമായ ഒരു പേര് മാഡം. ഓക്കെ, അതിനൊരു കൈയുള്ളൂ. പേര് തന്നെ ധൈര്യമുണ്ടല്ലോ, സംഭവിച്ചു അല്ലേ? വെരി ഗുഡ്. സോ വീണ്ടും കൂടെ ഞാൻ ഇന്ന് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വാട്സാപ്പിൽ വരുമല്ലോ വുമൻസ് ഡേ ആയതുകൊണ്ട്. എനിക്ക് ഒരു 10-25 ഗ്രൂപ്പിൽ ഇങ്ങനെ വുമൻസ് ഡേ എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഞാൻ വെറുതെ ഇന്ന് രാവിലെ ഞാൻ ചെന്നൈ എയർപോർട്ടിൽ ഇരിക്കുമ്പോ വെറുതെ എനിക്ക് കിട്ടി. ഞാൻ വിചാരിച്ചു പറഞ്ഞു, വുമൻ എന്ന വാക്കിന് ഒരാള് വാട്സാപ്പ് സന്ദേശത്തിലൂടെ നൽകിയ ഒരു നിർവചനമാണ്. ഡബ്ല്യു പറഞ്ഞ വണ്ടർഫുൾ വൈഫ്, വളരെ അത്ഭുതത്തോടു കൂടി ഈ ലോകത്തെ നയിക്കുന്ന ഒരു നല്ല ഭാര്യയാണ്. വൈഫ് എന്ന വാക്കിന് രണ്ട് എക്സ്പാൻഷൻ പറയാനുണ്ട് പൊതുവെ. WIF എന്നൊരു തമാശക്ക് പറയുന്നതാണ്. ഒന്ന് ചിന്തിച്ചകളെ, വറി ഇൻവൈറ്റഡ് ഫോർ എവർ എന്ന് ഒരു പറയും. വറി ഈസ് ഇൻവൈറ്റഡ് ഫോർ എവർ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് പ്രശ്നമുണ്ട്, തമാശ പറയണേ. പക്ഷെ ഒരാൾ പറഞ്ഞു നോ, വൈസ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ എവർ. ഒരു ലേഖ നാലുമില്ല സാർ, ഇഡിയറ്റ് ഫോർ എവർ. ഓക്കെ, നേരെ തിരിച്ച് ഒരു വണ്ടർഫുൾ വൈഫാണ്. ഒരു നല്ല ഞാൻ ായാലും സുഷിച്ചാലും ഞങ്ങളൊക്കെ ലൈഫിൽ ഞങ്ങൾ ലയൺസ് ക്ലബിലൊക്കെ പ്രവർത്തിക്കുമ്പോ ഞങ്ങളൊക്കെ ഇങ്ങനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം തന്ന് സാവകാശം തന്ന് ഞങ്ങൾക്ക് പോയിട്ടുള്ള പറയാം. ഞാനിപ്പോ കഴിഞ്ഞ 9 ദിവസമായിട്ട് എന്റെ വൈഫിന്റെ കൂടെ ഇല്ല. നാളെ എനിക്ക് മറ്റന്നാൾ ഒരു ബോംബെയിൽ പോകാറുണ്ട്. അതുകൂടെ കഴിഞ്ഞു വന്നാൽ മാത്രമേ ഏകദേശം ഒരു 15 ദിവസം ഉണ്ടാവുകയില്ല. അപ്പൊ ഞാൻ എനിക്കിങ്ങനെ ഇവിടെ ഇതൊക്കെ പോകാനുണ്ട്. ലയൺസിനെ കുറിച്ച് മീറ്റിംഗ്, ജേസിനെ കുറിച്ച് ഞാൻ ജേസിന്റെ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞ 4 ദിവസം പോളിച്ചില്ല. എന്റെ വൈഫ് എന്നോട് അത് സഹകരിക്കുന്നുണ്ട് പോയിക്കോന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോകുന്നല്ലേ, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ പോകും? അത് നടക്കുക. എന്താ പറയുന്ന ഒരു ഭാര്യയാണ് എനിക്കുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഈ പരിപാടിയെല്ലാം നിന്നില്ലേ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കല്യാണം കഴിച്ചവര് ഒരു വണ്ടർഫുൾ വൈഫ് തന്നെയാണ്. കഴിക്കാൻ പോകുന്നവർ എങ്ങനെയായിരിക്കണം. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കുടുംബമാണ്. എന്നിട്ട് പറയാം, ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കുറച്ചൊക്കെ വിദേശത്തൊക്കെ എപ്പോഴും മീറ്റിംഗ് ക്ലാസ്സിലൊക്കെ അങ്ങനെ പോകും. നമ്മൾ ഒരു ഇന്ത്യക്കാരനോട് പോയി ചോദിക്കുകയാണ്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ചോദിച്ചാലേ, ഒരു ഇന്ത്യക്കാരുടെ വിലയിൽ താങ്കൾ ആർക്ക് വേണ്ടി ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, ഉത്തരം എന്താ പറയോ? അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. ഐ എം ലിവിംഗ് ഫോർ ദ ജനറേഷൻ നെക്സ്റ്റ്. നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ഏറ്റവും വലുതാണ്. ആണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥയുടെ പ്രത്യേകത. അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ യൂറോപ്പിലൊന്നും അത്രയൊന്നും കുടുംബത്തിന് വിലയൊന്നുമില്ല. അമേരിക്കൻ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി, അമേരിക്കയിലെ ഒരു മകളിൽ അച്ഛൻ വിളിച്ചതാ, ഡാഡി 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 എവിടെയുള്ളത്, ഡാഡി പറഞ്ഞു. അച്ഛൻ ഞാൻ ഓഫീസിലുണ്ട്, എന്താ പ്രശ്നം ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, എന്റെ കല്യാണം ഇങ്ങനെയായിരുന്നു, വിളിക്കാൻ പറ്റില്ല, ക്ഷണിക്കാൻ പറ്റില്ല, കല്യാണം ഇന്നലെ കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞു സാറില്ല, ഈ പ്രാവശ്യം പോട്ടെ, അടുത്ത പ്രാവശ്യം വിളിക്കണം. അവിടെ അടുത്ത വീണ്ടും നടക്കുമല്ലോ, അതുകൊണ്ട് വിളിച്ചാൽ മതിയല്ലോ. നമുക്ക് അങ്ങനെ ഒരു അച്ഛനൊരു മോളോട് സംസാരിക്കില്ല. വേറെ വീട്ടിൽ ഒരു പെണ്ണിന്റെ ഭാര്യ ഭർത്താവ് വിളിക്കുക, ചേട്ടാ ചേട്ടാ ഓടിവായോ, ചേട്ടന്റെ മക്കളും എന്റെ മക്കളും കൂടി നമ്മളെ മക്കളെ തല്ലുന്നു. ചേട്ടന്റെ മക്കളെ എന്റെ മക്കളും കൂടിയിട്ട് നമ്മളെ മക്കളെ അടിക്കാൻ ഓടി വന്നു. നമുക്ക് ഇന്ത്യയിലല്ലോ നമ്മുടെ കുടുംബം, നമ്മുടെ അച്ഛൻ, അമ്മ, മക്കള്, നമ്മൾ അടുത്ത തലമുറയോട് ജീവിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അതിലെ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് വരും. നിങ്ങളൊരു വണ്ടർഫുൾ വൈഫ് തന്നെയാണ്. രണ്ടാമത് ഔട്ട്സ്റ്റാൻഡിംഗ് ഫ്രണ്ടാണ്. നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ഭർത്താവ് ഒരു ഏറ്റവും മികച്ച ഒരു സുഹൃത്താണ്, അതല്ലേ? ഒരമ്മ ഒരു ഏറ്റവും നല്ല സുഹൃത്തായി മാറുക എന്നതാണല്ലോ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ ഒരു മികച്ച സുഹൃത്താണ്, മികച്ചു കളിക്കുന്ന ഒരു ഫ്രണ്ടാണ്. നിങ്ങൾ ഒരു വൈഫ് മാത്രമല്ല, ഒരു ഫ്രണ്ടാണ്. മൂന്നാമത് എന്നുള്ളത് മാർവലസ് ഡോട്ടർ. യെസ്, മാർവലസ് ഡോട്ടർ. ഒരു പെൺകുട്ടി പറഞ്ഞാൽ എത്രയോ ആൾക്കറിയാം. ഒരു എന്ത് പറയുക, എനിക്ക് 2 പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് കൂടുതലാണ്. എന്തെല്ലാം പറഞ്ഞാലും ഞാനങ്ങനെ ആൺകുട്ടികൾ മോശമൊന്നുമല്ല, തീർച്ചയായിട്ടും ആൺകുട്ടികൾ വേണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ ഒരു പെൺകുട്ടികൾ കാണിക്കുന്ന കരുതലും സ്നേഹവും ആൺകുട്ടികൾ നമ്മളോട് കാണിക്കുന്നില്ല എനിക്ക് സംശയമുണ്ട്. അവർ കാണിക്കുന്ന ഒരു കരുതലും സ്നേഹവും ഒരു സ്നേഹത്തിന്റെ പ്രത്യേകിച്ച്. എന്റെ മകൾ 13 വർഷം പക്ഷാഘാതം വന്ന് കിടന്ന ഒരാളാണ്. 13 വർഷം എന്റെ ഭാര്യ കുറേയൊന്നും നോക്കി, പക്ഷെ എന്റെ ഭാര്യയൊന്നും ആവുന്നില്ല. എന്റെ അമ്മയെ 13 വർഷം ഒരു ബ്ലഡ് സോറും വരാതെ, കിടന്ന കിടപ്പിൽ ഒരു നേരത്തെ ഒരു വ്രണം പോലും വരാതെ 13 വർഷം പരിഹരിച്ച എന്റെ ചേച്ചിയാണ്. ചേച്ചിക്ക് ഏതാവും? എന്റെ വൈഫിന് വളരെ നല്ല മനസ്സാണ്. എന്റെ വൈഫിന് ഒരു വിഷമില്ല അങ്ങനെ നോക്കാൻ, പക്ഷെ ആവില്ല. അത് ചേച്ചി ചെയ്യുമ്പോഴേ അത് ശരിയാവുള്ളൂ. അത് എപ്പോഴും നമുക്ക് ഒരു ഭയങ്കര, അത് അങ്ങനെയാണ്. നമ്മളൊരു മാർവലസ് ഡോട്ടറാണ്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, മാർവലസിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മകളാണ് ഒരു സ്ത്രീ പലപ്പോഴും. ഓക്കെ, അഡോറബിൾ സിസ്റ്റർ, ആരാധന തോന്നുന്ന ഒരു സഹോദരിയാണ് ഒരു സ്ത്രീ. എല്ലാവർക്കും നിങ്ങൾക്ക് ഈ സഹോദര ബന്ധം ഒരു ഭയങ്കര ആഴമാണ്. അതൊരു വല്ലാത്ത പ്രത്യേകത. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബന്ധമായിരിക്കും. ഈ അങ്ങോട്ട് ഒരു ചേട്ടനും ചേച്ചിയും അനിയത്തിയും ഒക്കെ തമ്മിലുള്ള ബന്ധമാണ്.
അപ്പൊ നമുക്ക് ആരാധന വന്ന ഒരു സഹോദരിയാണ് നിങ്ങൾ. അതെല്ലാവരും നർച്ചറിങ് പരിപോഷിപ്പിക്കുന്ന അമ്മയാണ് നിങ്ങൾ. ആരെ പരിപോഷിപ്പിക്കുന്നു? കുട്ടികളെ, അടുത്ത തലമുറയെ പരിപോഷിപ്പിക്കുന്ന ഒരമ്മയാണ്. വളരെ മനോഹരമായ നിർവചനമായിട്ട് എനിക്ക് തോന്നി വുമൺ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരാധനത്. ഇത് ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് പഠിക്കട്ടെ. ഞാൻ എല്ലാം പറഞ്ഞില്ല. ജീവിതം ഒരു യാത്രയാണ്. ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ പരിഹരിക്കാനുള്ള പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവും. നമ്മൾ പരിഹരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതമാകുന്ന യാത്രയിൽ ഉണ്ടാവും, ഉറപ്പിട്ടുണ്ടാവും. നമുക്ക് പഠിക്കാനുള്ള കുറെ പാഠങ്ങൾ ഉണ്ടാവും. ജീവിതം നന്ദപ്രക്ക് തന്നെ ഒരു യൂണിവേഴ്സിറ്റി വരെ നന്ദപ്രക്ക് അടുത്തിരുന്ന് സമയം കിട്ടാതെ അടുത്തിരുന്ന് അരമണിക്കൂർ സംസാരിച്ചാൽ നമ്മളിപ്പോ MBA ക്ലാസ്സിൽ പോയിട്ട് ഒരു പരീക്ഷ എഴുതുന്ന ഒരു ഫീലിംഗ് ആണ്. അനുഭവങ്ങളുള്ള ധാരാളം, എക്സ്പീരിയൻസുള്ള ധാരാളം. ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ പരിഹരിക്കേണ്ട ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലേ? അതേപോലെ തന്നെ നമ്മൾക്ക് പഠിക്കേണ്ട കുറെ അനുഭവങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഓഫ് ദ ടൈം എന്നത് നമുക്ക് ഇന്ന് ആസ്വദിക്കാവുന്ന കുറെ അനുഭവങ്ങൾ ഉണ്ടാവും. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. ഒരുപാട് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളും ഒരുപാട് പഠിക്കേണ്ട പാഠങ്ങളും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു വസ്തു എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാവും. ആസ്വദിക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ അത് കുടുംബ ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും ഒക്കെ ഉണ്ടാവും. ആ ആസ്വദിക്കാവുന്ന അനുഭവങ്ങളാണ് ജീവിതം എന്ന് മനസ്സിലാക്കുക. അതിന്റെ ഒരു ആകെ തുകയാണ് ജീവിതം. അത് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാൻ കുറെ കൂടെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് മാറണം. ഓക്കെ, ഞാനൊരു ചെറിയ വീഡിയോ വരാം. ഒരു ലേഡിയെ കുറിച്ചാണ്. നോക്കിക്കോളൂ. പെട്രോളിയം ഒരു കായിക താരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ അവരുടെ ഒരു പരസ്യം പോലെ പറയാം. മാനസി ജോഷി എന്നാണ് ഈ സ്ത്രീയുടെ പേര്. ഒരു ആക്സിഡന്റിൽ അവരുടെ കാല് പോയി. പക്ഷെ അവര് കളിക്കളം വിടാൻ തയ്യാറായില്ല. 5 സ്വർണ്ണ മെഡൽ, 7 സിൽവർ മെഡൽ, 12 ബ്രോൺസ് മെഡൽ, വോട്ട് മെഡൽ അവർ ഇന്ത്യക്ക് വേണ്ടി അന്തർദേശീയ മത്സരങ്ങളിൽ നേടിയെടുത്തു. കാല് മുറിച്ചു മാറ്റി കൃത്രിമ കാല് വെച്ച് ജീവിച്ചിട്ട് പോലും. അപ്പൊ ആ ലേഡിയുടെ മാനസി ജോഷി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഒരു മനക്കരുത്ത്, അവരുടെ അതൊക്കെ ചെയ്യാനുള്ള അവരുടെ താല്പര്യം, അത് എത്രമാത്രമേ. ഇങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾ ഒന്നും കണ്ടതല്ല. ഞാനൊരു 3-4 സ്ത്രീകളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഒരു 3-4 ആൾക്കാരെ കൂടി. ഓക്കെ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ കുട്ടിയാണെന്ന്? നിങ്ങൾ മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ പ്രയാസം ഉണ്ടാവില്ലല്ലോ. ആരെങ്കിലും സ്ത്രീകൾ ആരെങ്കിലും പറയാം. നിങ്ങൾ നേരത്തെ ഞാൻ ആ കുട്ടി ആ കാവ്യ എന്താ കുട്ടിയുടെ പേര് മറ്റേ സർട്ടിഫിക്കറ്റ്സ് പഠിപ്പിച്ച് എന്തൊരു സ്മാർട്ട് അവിടെ പോയോ അറിയില്ല. വളരെ സ്മാർട്ട് ഗേൾ ഷീസ്. ആ കുട്ടി ഇങ്ങനെ പറയുമ്പോൾ അത്രയും നന്നായിട്ട് പറയുമ്പോഴും ഒരു മടി ഇത് വരാൻ. അത് നമ്മുടെ സഹോദരിമാരുടെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. മുന്നിൽ തല്ലി വിട്ടാൽ പോലും നമുക്ക് ചിലപ്പോൾ വരാൻ തോന്നില്ല, അല്ലെ? അതുകൊണ്ട് നമുക്ക് സംസാരിച്ചോ, അങ്ങനെ കുറച്ച് സമയമുള്ളൂ. ഇവരാരാണ് ആർക്കെങ്കിലും ഇരിക്കുന്ന സ്ത്രീകളാണ്, CDS ആരോ മറ്റുള്ളവരോ പറയോ, ബാക്കിയില്ല നമ്മള് ഞങ്ങളൊക്കെ പറഞ്ഞാൽ അറിയുന്ന പറയും. അറിയോ എന്തെങ്കിലും പ്രത്യേകം കുട്ടി കുറിച്ച് കേട്ടിട്ടോ? കേട്ടില്ല, അറിയില്ല. പത്രം വായിക്കേണ്ട കുടുംബ അത് പക്ഷെ 2 കൊല്ലായി നിങ്ങൾ മറന്നുണ്ടാവും. ഓക്കെ, സാരമില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി IAS നേടിയ ഒരു ആദിവാസി പെൺകുട്ടിയായത്. ആദ്യമായിട്ട് അവളുടെ പേരാണ് ശ്രീധന്യ സുരേഷ്. ശ്രീധന്യ സുരേഷ് വയനാടാണ്. നമ്മൾ കേരളത്തിന്റെ ചരിത്രമാണ്. ഒരു ആദിവാസി പെൺകുട്ടി 12 വിളക്കിന്റെ ചോട്ടിലെടുത്ത് ചെത്തിക്കുടൽ പഠിച്ച് വളർന്ന് നോക്കിയതല്ലേ. ആ കുട്ടി വരാൻ പറ്റില്ല. ഒരു ഭയങ്കര കോയിൻസിഡൻസ് ഒക്കെ. ആ കുട്ടി കേരളത്തിൽ നിന്നാണ്. 12 വിളക്ക് ചെറിയ കുടില്, ഒരു ആദിവാസി കുടിലിൽ ഒരു കൂരയിൽ ജനിച്ചൊരു കുട്ടി. അവൾ IAS ആയി. അവളിപ്പോ ട്രെയിനിങ് കിട്ടി കോഴിക്കോട്, കേരള കേരളത്തിൽ കോഴിക്കോട് അവൾ സബ് കളക്ടറായിട്ട് ജോലി ചെയ്തു. അപ്പൊ ഒരു കാര്യം, ഒരു ലേഡി എന്ത് പ്രതികൂല സാഹചര്യമാണെങ്കിലും എത്ര സംഭവം മോശമാണെങ്കിലും
ഒരു സ്ത്രീക്ക് ഒരു തീരുമാനമുണ്ടെങ്കിൽ എവിടെയെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കുറച്ച് ഇറങ്ങി പുറപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മനസ്സില്ലെങ്കിൽ നടക്കുന്നില്ല തെളിവാണ് ശ്രീധന്യ സുരേഷ് എന്ന ഈ വയനാടുകാരി ആദിവാസി പെൺകുട്ടി. ഇതിനടുത്തത് നിങ്ങൾ കേട്ടോ ഈ മാഡത്തിനെ കുറിച്ച്? അറിയില്ല. ഇതൊരു മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ത്രീയാണ്. വളരെ ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ള ഒരു ജീവിതം. ഇവര് മഹാരാഷ്ട്രയിലെ ഒരു ഉൾനാട ഗ്രാമത്തിൽ, നാസിക് എന്നുള്ള ഉൾനാട ഗ്രാമത്തിലാണ് അവർ താമസം. 3 പെൺമക്കളാണ്. ഭാര്യയും ഭർത്താവും കൂലിപ്പണി. അവിടെ ഇതുപോലെ കൂലിയൊന്നും കിട്ടും കേട്ടോ, ചെറിയ കൂലിയിൽ കിട്ടും. 3 പെൺമക്കളെയും ഭാര്യയും ഭർത്താവും കൂടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കല്യാണം കഴിച്ച് അയക്കുമ്പോഴേക്ക് ഭയങ്കര കടമായി. കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കടം. ഒരു ദിവസം ഭർത്താവിന് ഭയങ്കര വയറുവരാം, ഒരു രക്ഷയില്ല. അപ്പൊ അവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ പോയി, ധർമാസ്പത്രിയിൽ പോയി എന്തോ കലക്കെ വെള്ളം കൊടുത്തു. രക്ഷയില്ല. അയാൾക്ക് എങ്ങനെ പോകുന്നില്ല, അയാൾക്ക് ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, ഭയങ്കര വയറുവരാം. അപ്പൊ അവിടുത്തെ കുറച്ചുകൂടെ വലിയ അവിടുത്തെ ആശുപത്രിയിൽ പോകുമ്പോൾ അവര് പറഞ്ഞു സ്കാനിങ് ചെയ്യണം. അപ്പൊ ഇവിടെ അതിനുള്ള സൗകര്യമില്ല, നിങ്ങൾ ജില്ലാ ആശുപത്രിയിൽ പോയിക്കോ, അവിടെ പോയാൽ സ്കാനിങ് ചെയ്യാം. ബാരാമതി, ശരത് പവാർ എന്ന് പറയുന്ന മനുഷ്യൻ സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലം, ബാരാമതിയുടെ ജില്ലാ ആശുപത്രിയിൽ പോയിക്കോ, നിങ്ങൾ അവിടെ പോയിട്ട് ഡോക്ടറെ കാണാൻ പറഞ്ഞു. അങ്ങനെ ഈ മാഡം ഭർത്താവിനെ കൂട്ടിയിട്ട് ജില്ലാ ആശുപത്രിയിൽ പോയി. ഇവരിങ്ങനെ പുറത്തെ കാത്തിക്ക ഡോക്ടർമാരെ പോയി പരിശോധിച്ചു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് പുറത്തുനിന്ന് ഇവർ ഓടിപ്പോയി. ഡോക്ടറെ എന്താ സ്ഥിതി ചോദിച്ചു. സ്കാനിങ് ചെയ്താലേ പറയാൻ പറ്റും. അതിന്റെ പുറമേയുള്ള പരിശോധനയിൽ മനസ്സിലാവുന്നില്ല. അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യണം. മാഡം 5000 രൂപയാണ്, സർക്കാർ ആശുപത്രി ആയതുകൊണ്ട് അത്രയും കുറവ്, 5000 രൂപയാണ് കാശുണ്ടെന്ന് ചോദിച്ചു. അവരിങ്ങനെ അന്തം വിടുക. 5000 രൂപയാണ്. 50 രൂപ നാട്ടുകാരോടും അയൽവാസികളോടും കരഞ്ഞ് പറഞ്ഞ് കടം വാങ്ങിയിട്ടാണ് ഭർത്താവിനെ കൂട്ടി പോയത്. ഒരു പൈസ എന്തെങ്കിലും സോറി, 5000 രൂപ ഇല്ലാതെ സ്കാനിങ് നടത്താൻ പറ്റൂല. നിങ്ങൾ പോയിട്ട് പിന്നെ പൈസ ഇല്ലെങ്കിൽ വന്നോളൂ, തൽക്കാലം വേദന പറയാനുള്ള ഗുളിക വരാൻ. ഇവര് ഭർത്താവിനെ കൂട്ടി പുറത്തിറങ്ങി. ജില്ലാ ആശുപത്രിയുടെ അവിടെ താഴെ ചെറിയ മാടക്കട, ഞങ്ങളുടെ നാട്ടിലൊക്കെ പെട്ടിക്കട എന്ന് പറയും, ഒരു ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു. നേരെ ആ മാടക്കടയിൽ പോയിട്ട് 2 ചായയും 2 സമൂസയും വേണം. അങ്ങനെ 2 ചായ കൊടുത്ത സമൂസ ഒരു പത്രത്തിൽ പൊതിഞ്ഞത്, ഒരു ചെറിയ കടയൊന്നുമില്ല പത്രത്തിൽ. അതൊരു ദൈനിക് ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു മറാഠി പത്രമായിരുന്നു. ഈ പത്രത്തില് അപ്പൊ ഇവര് ഒരു സമൂസ എടുത്ത് ഭർത്താവിന് കൊടുത്തു. ഇവർക്ക് ഒരു സമൂസ എടുത്ത് തിന്നാൻ നോക്കുമ്പോ ആ പത്രത്തിൽ ഒരു വാർത്ത വെറുതെ, ഇവർക്ക് എഴുത്ത് ഭയങ്കര 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിച്ചിട്ടുണ്ട്. ഒരു വാർത്ത ഒരു വായിച്ചു. എന്താ വാർത്ത അറിയോ? ബാരാമതി എന്ന സ്ഥലത്ത് പിറ്റേ ദിവസം ഒരു മാരത്തോൺ നടക്കുന്നു. ഫുൾ മാരത്തോൺ 43 കിലോമീറ്റർ ആക്കാവുന്നത് അല്ലെ? മാരത്തോൺ നടക്കുന്നു. കൂട്ട ഓട്ടം കണ്ടില്ലേ? അങ്ങനെയാണ് മാരത്തോൺ എന്ന് പറയാം. ആ മാരത്തോൺ നടക്കുന്ന വാർത്തയിൽ അവർ വായിക്കുമ്പോൾ എന്താ കണ്ടെത്തുകയോ? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അയച്ചുകൊണ്ട് ചെയ്തു. 60 വയസ്സിന് മുകളിൽ മാത്രം പ്രായമുള്ള സ്ത്രീകൾക്ക് ഓടാനുള്ള ഒരു ഐറ്റം. എത്ര ഓട്ടം കയറിയോ? 5 കിലോമീറ്റർ. 60 വയസ്സിന് മുകളിലാണ്, 5 കിലോമീറ്ററാണ് ഓടേണ്ടത്. അങ്ങനെ ഓടിയാലോ? ആ ഓടി 1ാം സ്ഥാനത്ത് എത്തുന്ന വ്യക്തിക്കുള്ള സമ്മാനം 5000 രൂപയാണ്. 5000 റുപ്പീസ് ക്യാഷ് പ്രൈസ് കിട്ടും. ജീവിതത്തിൽ അന്ന് വരെ ഒരു മത്സരത്തിലും ആ പാവം സ്ത്രീ ഓടിയിട്ടില്ല കേട്ടോ. ഭർത്താവ് വിളിച്ചു, നമുക്ക് ഇന്ന് പോകണ്ട, എവിടെ കിടക്കും? ബസ് സ്റ്റാൻഡിൽ എവിടെ പോയി കിടക്കാൻ പറ്റും. അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ പോയി കിടന്ന് ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയൊക്കെ ഉപയോഗിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ബാരാമതി മാരത്തോൺ തുടങ്ങുന്ന സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു എന്റെ പേര് കേൾക്കണം. സംഘാടകരുടെ എന്തിനും ആ 60 വയസ്സിന് മുകളിൽ പ്രായത്തിലെ സ്ത്രീകൾക്ക് മാത്രം ഓടാനുള്ള 5 കിലോമീറ്ററില്ലേ എഴുതി തകരുകൾ ഓടിയിട്ട് പരിചയമൊന്നുമില്ല. ഷൂ ഇല്ല, ചെരുപ്പില്ല, കാലില് ചെരുപ്പില്ല. ഒരു കീഴ് പറഞ്ഞ സാരി കൊടുത്തിട്ട് ഉണങ്ങി കറുത്ത് നെല്ലിച്ച് ഒരു പെണ്ണുങ്ങൾ കൊടുത്തവരെ 64 വയസ്സാറായി ഞാനൊരു ഓട് തന്നു. അവരൊന്നും നടക്കൂല മാഡം, നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റൂല. നിങ്ങൾ ഓടിച്ച് ഈ താരത്തെ റോഡിലൂടെ ഓടേണ്ടത് 5 കിലോമീറ്റർ. നിങ്ങൾ തലയിറങ്ങി വീട് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ സമാനം വരും, നടക്കൂല. 45 മിനിറ്റ് ആ ലേഡി അവിടുന്ന് പോയില്ല. എന്റെ പേര് ചേർക്കാൻ ഞാൻ പോലും. അവസാനം രക്ഷയില്ലാത്ത ശല്യം പോലെയപ്പോ ഒരു ഗതിയില്ലാതെ ഇവര് കരഞ്ഞു ചേർന്നു. അങ്ങനെ 10000 ആൾക്കാർ ഓടുന്ന ബാരാമതി മാരത്തോണിന്റെ സ്റ്റാർട്ടിംഗ് സ്ഥലത്ത് ഈ മാഡം പോയിട്ട് ലതാ ഭഗവാൻ ഖരെ എന്നാണ് അവരുടെ പേര്. ലതാ ഭഗവാൻ ഖരെ മുന്നിൽ പോയി നിന്നു. ആൾക്കാർക്ക് എന്തോ ഭ്രാന്ത് വട്ട് കേസെന്ന് തോന്നി. കാരണം ഇതിനെ കണ്ടാൽ തന്നെ എങ്ങനെയാണല്ലോ ആ ഓടുന്ന ഓട്ടം ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ചെരുപ്പൊന്നുമില്ലാതെ ഓടുന്ന ഓട്ടം വരുന്നുണ്ട്. ഇവർക്കെന്തോ വട്ടം തോന്നും. എല്ലാവരും ഇത് തമാശയാക്കി. പക്ഷെ ഈ മത്സരം തുടങ്ങി കഴിയുമ്പോ
ആ ചേച്ചി അല്ലെങ്കിൽ ആ അമ്മച്ചി ആ അമ്മ ഓടുന്നത് കണ്ടപ്പോ ചെറുപ്പക്കാർക്ക് ഭയങ്കര ആവേശമായി. ഇവര് രണ്ടുപേർക്ക് ചൂടുക. അപ്പൊ ചെറുപ്പക്കാരൊക്കെ ബൈക്കിൽ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ഇവരെ ആരെയും വീണത് എടുക്കാൻ ഭയങ്കരമായിട്ട് കയ്യിൽ അടിച്ച ചെറുപ്പക്കാരെ ഈ അമ്മയെ 66 വയസ്സ് പ്രായമുള്ള ഈ സ്ത്രീയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, പകുതി ദൂരം ഓടിക്കഴിഞ്ഞപ്പോ ഒരു നല്ല കൂർത്ത ഒരു കരികല്ലിന്റെ കഷ്ണം അവരുടെ കാലിൽ തുളച്ചു കയറി. ഈ ഒരു കരികല്ല് ലതാഭഗവാൻ ഖരെ എന്ന ആ അമ്മയ്ക്ക്, ആ ഭാര്യയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരിഞ്ഞു നിന്ന് ആ കല്ല് വലിച്ച മൂരി ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് റോഡില്. ഒന്നും നോക്കിയിട്ടില്ല. കെട്ടാൻ ഒരു കഷ്ണം തുണി പോലും കഴിയില്ല. രക്തത്തുള്ളികൾ റോട്ടിൽ ഇറ്റിറ്റ് വീഴുമ്പോഴും പ്രാണവേദന സഹിച്ച് ആ മാഡം ഓടി. എന്നും രാവിലെയും വൈകുന്നേരം ഹെൽത്ത് ക്ലബിൽ പോകുന്ന നൈക്കിയുടെയും അഡിഡാസിന്റെയും റിബോക്കിന്റെയും 10,000-കണക്കിന് വരുന്ന ഷൂസും ടൈറ്റ് ഷോർട്സുകളോ അതുപോലുള്ള വസ്ത്രങ്ങളോ ധരിക്കുന്ന കോടീശ്വരന്മാരെ വീടുന്ന കൊച്ചമ്മമാർക്കൊന്നും ലതാ ഭഗവാൻ ഖരയുടെ അടുത്തുപോലെത്താൻ പറ്റിയില്ല. 2ാം സ്ഥാനത്തുള്ള ആളും ഈ മേളം തമ്മിലുള്ള വ്യത്യാസം 1/2 കിലോമീറ്ററിൽ കൂടുതലായിരുന്നു. 5 കിലോമീറ്റർ ഓടി 1ാം സ്ഥാനത്തെത്തി 5000 രൂപ വാങ്ങി നേരെ ആശുപത്രിയിൽ പോയി സ്കാനിങ് നടത്തി. അതിന് ഏറ്റവും വലിയ പ്രത്യേകത, പിറ്റേത്തെ കൊല്ലം ആ ഓട്ടം നടക്കുന്ന തീയതി അന്വേഷിച്ച് ഒഴിച്ച് പങ്കെടുത്ത് വീണ്ടും ഫസ്റ്റ് കിട്ടി. നെക്സ്റ്റ് ഇയർ വീണ്ടും പോയി ഫസ്റ്റ് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ആർക്കൊന്നും പറയാൻ പറ്റും, ഒന്ന് സംസാരിച്ചു തുടങ്ങുക. ചായ പിടിക്കാനേ താല്പര്യമുള്ളൂ. ഈ ലതാ ഭഗവാൻ ഖരെ എന്ന ഈ മറാഠി സ്ത്രീ, ആ വീട്ടമ്മ, അവരെ അങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ട് 1ാം സ്ഥാനത്ത് എത്തിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെ? എന്തെങ്കിലും ഒന്ന് പറ. അവരെ സഹായിച്ചത് പ്ലീസ്. പറഞ്ഞോ. സാമ്പത്തിക ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അവർക്ക് എന്താ പറയുക പ്രശ്നമുള്ള ഇപ്പൊ ഭർത്താവിന്റെ രോഗം മാത്രം സ്കാൻ ചെയ്യണം, അതല്ലേ പ്രശ്നം. എത്ര പൈസ? 5000. അവർക്ക് ആ വിചാരിച്ചാക്കാമെന്നാണോ? ഇല്ല. അപ്പൊ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാനുള്ള സ്കാനിങ് നടത്താൻ 5000 രൂപ എങ്ങനെയെങ്കിലും കിട്ടിയേ തീരുന്ന അവരുടെ ആവശ്യത്തിന്റെ തീവ്രതയാണ് ആ മേഡത്തോട് ചെയ്യിപ്പിച്ചത്. യെസ് ഓർ നോ? പറയൂ. അതെ, നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം അത്ര ശക്തമായി തോന്നിയാൽ നമ്മൾ ചെയ്യുന്നെങ്കിൽ പലപ്പോഴും നമ്മൾ ഹസ്ബൻഡിന് ജോലിയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ജോലി പോകുന്നു, ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ ഒതുങ്ങി കഴിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് ഒരു സ്വതന്ത്രമായ ഒരു വരുമാനം ഉണ്ടാകുന്ന രീതിയിലേക്ക് എനിക്ക് വളരേണ്ടത് എന്റെ ആവശ്യമാണ് എന്ന് തോന്നിയാൽ ഞാൻ അറിയുമായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ റെഗുലേറ്റ് ക്ലാസ് എടുക്കുന്ന കമ്പനിയാണ് ബീഗാർഡ് കൊച്ചേഴ്സ് ചിത്രപ്പള്ളി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഷീല മാഡം, ഷീസ് എൻ ഇൻഡിപെൻഡന്റ് ഓൺട്രപ്രണർ. സ്വതന്ത്രമായിട്ട് അവര് ബി സ്റ്റാർ എന്ന ബ്രാൻഡ് എല്ലാം ബി സ്റ്റാർ കേട്ടല്ലോ. ബി സ്റ്റാർ നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ബ്രാൻഡാ. ബെനിയൻസ് അതൊക്കെ ഉണ്ടാക്കുന്നത് അത് മുഴുവൻ ഒറ്റക്കാണ്. അതിൽ കൊച്ചേഴ്സ് ചിത്രപ്പള്ളി സാറിന്റെ ഒരു ഇൻവോൾവ്മെന്റും ഇല്ല, ഒരു 4 പൈസ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അവര് ഷീല മാഡം ഒരു വീട്ടമ്മയായിട്ട് കൈകൊണ്ടിരുന്ന മാഡം തോന്നി ഞാൻ തന്നെ വീട്ടമ്മയ്ക്ക് അതിന് ഞാനും തുടങ്ങട്ടെ എന്തെങ്കിലും. ഞാനൊരു ഇഷ്ടമുള്ള എക്സാമ്പിള്. അപ്പൊ ലതാ ഭഗവാൻ ഖരെ എന്ന് പറയുന്ന 66 വയസ്സുള്ള ഒരു ഈ മുത്തശ്ശി ഇപ്പൊ ഇന്ത്യയിൽ മൊത്തം ഫേമസാണ്. പത്രക്കാർ മുഴുവൻ വാർത്ത കൊടുക്കുന്നു, എല്ലാ ചാനലുകാരും പോയിട്ട് അവരെ ഇന്റർവ്യൂ എടുക്കുന്നു. അവര് ഫുൾ ഭയങ്കര ഫേമസ് ആയി. ഐശ്വര്യമായിട്ട് പോലെ ഈ പെണ്ണുങ്ങൾ അത്രയും ഫേമസ് ആയി. അവരുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അമ്മമാരെ, പെങ്ങന്മാരെ ഒരാവശ്യത്തെ കണ്ടെത്തുക. നമ്മൾ ഇങ്ങനെയുള്ള കുറച്ചുകൂടെ നമുക്ക് ജീവിതത്തിൽ ഒന്നുകൂടെ നമുക്കൊന്ന് പെർഫോം ചെയ്യണം, അതിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പാട്. ആ കല്ല് കുറച്ച് കാര്യമായിട്ട് അവരോട് നിന്നില്ലല്ലോ. ആ കല്ല് എടുത്ത് മാറ്റിയിട്ട് രക്തം വിറ്റുവിടുമ്പോൾ ഒരു ഓടിയില്ലേ. അപ്പൊ അതുപോലെ കുറച്ച് നമുക്ക് കഷ്ടപ്പെടാനുള്ള താല്പര്യം ഉണ്ടാവും. ലതാ ഭഗവാൻ ഖരെ ഉണ്ടാവും. ഈ പെണ്ണുങ്ങളുടെ ജീവിതം ഒരു ഭയങ്കര സംഭവമാണ്. അവര് ആന്ധ്രാപ്രദേശ് നെല്ലൂർ എന്ന സ്ഥലം കേട്ടിട്ടുണ്ടാവും. നെല്ലൂർ അവിടെ അവര് പഠിച്ചപ്പോ പഠിപ്പിക്കാൻ യാതൊരു മാർഗമില്ല, സ്കൂളിൽ ചേർക്കാൻ യാതൊരു മാർഗമില്ല. ശരി മുളക് അതെ അതെ. അങ്ങനെ ഇവരെ പഠിപ്പിക്കാൻ ഒരു മാർഗമില്ലാതെ ഇവരച്ഛനും ചെയ്തു. ഈ കുഞ്ഞിരച്ഛൻ അമ്മ മരിച്ചു എന്നിട്ട് ഒരു സർക്കാർ അനാഥാലയത്തിൽ കൊണ്ടുപോയിട്ട് ചേർത്തു. അമ്മ മരിച്ചാലേ ചെറുപ്പം അവിടെ. അമ്മ മരിച്ചു പോയിട്ട് കളവ് വന്നിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു അവിടെ താമസമില്ല. അമ്മക്ക് കാണാൻ പറ്റില്ല. വെക്കേഷൻ അച്ഛനാണെങ്കിൽ ഒന്നുമില്ലാത്ത ഒരാള്. ഈ കുട്ടി
കുട്ടിക്ക് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ കല്യാണം, 10ാം ക്ലാസ് പഠിക്കുമ്പോ കല്യാണം കഴിച്ചോളൂ. അയാൾ ഫുൾ കുടി മുഴുവതിയമായി. ഒരു 3 കൊല്ലം കൊണ്ട് 2 കുട്ടികളായി. ഒരു രക്ഷയില്ല. അയാളെ മർദ്ദനവും പീഡനവും സഹിക്കുന്ന ആകെപ്പാടവർക്ക് ഭയങ്കര സങ്കടമായി. അവരൊരു ദിവസം 2 കുട്ടികളെയും കൂട്ടിയിട്ട് ഇയാൾ ഉള്ളൊക്കെ നേരെ പോയിട്ട് ഏതോ ഒരു ചെറിയ ക്വാർട്ടേഴ്സിൽ വാടക താമസിക്കുകയും ഈ വൈകുന്നേരം ആൾക്കാരെ ഈ സാക്ഷരത എത്തും പോലെ ഈ ആൾക്കാരെ പഠിപ്പിക്കാൻ എഴുത്തും വായനയൊക്കെ പഠിപ്പിക്കുന്ന പരിപാടിക്ക് അവർ പോയിക്കൊണ്ടിരുന്നു. നാട്ടിലുണ്ടപ്പോ വൈകുന്നേരം പ്രായം ചെയ്യുന്ന ആൾക്കാരെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്ന അതിനൊക്കെ വലിയ താല്പര്യമായി. അതൊക്കെ പോയിട്ട് ഇവരിങ്ങനെ നല്ല ട്യൂഷൻ തന്നെ എടുക്കാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ ഈ കമ്പ്യൂട്ടർ പഠിക്കണം, TTC, നമ്മൾ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്, ഈ 2 പറക്കലെത്താത്ത കുട്ടികളെ കൊണ്ട് അവര് TTC പഠിച്ചു. എങ്ങനെ പഠിക്കുമല്ലോ, കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് എന്ത് പൈസ ഉണ്ടാക്കി പഠിച്ച് TTC പാസ്സായി. TTC പാസ്സായപ്പോ വീട്ടിൽ നിന്നും 120 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്കൂളിൽ ഡെയിലി വേജസിൽ പണി കിട്ടി. ഡെയിലി വേജസ് ആണ്, ഡെയിലി വേജസിൽ പണി കിട്ടി. അപ്പൊ ഇവര് ഈ അവിടെ കിട്ടുന്ന ഡെയിലി വേജ് ചെറിയ പൈസയാണ്. ആ പൈസ കൊണ്ട് ഇവരെ ചെലവ് നോക്കൂല. അപ്പൊ ഇവരെന്ത് ചെയ്യോ, ഇവര് യാത്ര ചെയ്യുന്ന സീസൺ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ സാരി വിൽക്കാൻ തുടങ്ങി. ട്രെയിനിൽ നടന്ന് സാരി വിൽക്കും. ഒരു സാരി വിറ്റ് അവർക്ക് 10 രൂപ ലാഭം കിട്ടും. അങ്ങനെ ഡെയിലി സാരി വിറ്റിട്ടാണ് പിന്നെ അവര് കുട്ടികളെ നോക്കുന്നതും കുറച്ചൊക്കെ കമ്പ്യൂട്ടറിൽ പഠിച്ചു. ഇങ്ങനെ താല്പര്യമാണ്. അതൊരു നാട്ടിലെ പരിചയമുള്ള ഒരാളുടെ ഗവഫില് ഇവർക്ക് ഭയങ്കര ആഗ്രഹം വിദേശത്ത് പോകണം, എങ്ങനെ രക്ഷപ്പെടണം. ആ സ്ത്രീയുടെ ആഗ്രഹമാണ്. അമേരിക്കയിലേക്ക് ഒരു വിസിറ്റിംഗ് വിസ ഉണ്ട്. ആ വിസിറ്റ് വിസയിൽ അമേരിക്കയിൽ പോയി കുട്ടികളെ നോക്കുന്ന ജോലി ചെയ്തു, നിലം തുറക്കുന്ന ജോലി ചെയ്തു, സൂപ്പർ മാർക്കറ്റിൽ അറ്റൻഡറായി. അവസാനം അവരുടെ വിസ 6 മാസത്തെ വിസയായിരുന്നു കിട്ടിയത്. വിസ തീരുന്നു. വിസ തീരണമെങ്കിൽ വേറൊരു വിദേശ രാജ്യത്ത് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നാലേ വിസ എടുത്തിട്ട് വരാൻ വേണ്ടി കഴിയും. അപ്പൊ ഈ വിസ പുതുക്കാൻ എന്തെല്ലോ ഒരുപാട് ഫോർമാലിറ്റീസാണ്, ഒത്തിരി നടപടിക്രമങ്ങളുണ്ട്. ഇതൊക്കെ ആകെ പ്രയാസമായി. കാനഡയിൽ പോകണം, കാനഡയിൽ പോയിട്ട് പിന്നെ വിസയ്ക്ക് കൊണ്ട് അപ്ലൈ ചെയ്യണം, അങ്ങനെ അമേരിക്കയിൽ വരണം. നാട്ടിൽ കയറാൻ ഉദ്ദേശിക്കുന്നില്ല, കുട്ടികളെ വേറെ ആൾക്കാരെ സുഹൃത്തുക്കളെ ഒന്ന് നോക്കാൻ എപ്പിച്ചേ വന്നത്. അങ്ങനെ ഈ വിസ പ്രോസസിങ് ഭയങ്കരമായിട്ട് കടലാസിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കയറിയപ്പോ അവർക്ക് തോന്നി ഏതായാലും കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം ഇന്ത്യക്കാർക്ക് ഇങ്ങനെ വന്നിട്ട് ജോലി അന്വേഷിച്ച് വരുന്നവർക്ക് വിസ പുതുക്കേണ്ട ആവശ്യം വരുമ്പോ അതിനൊരു ചെറിയ ചാർജ് വാങ്ങി കൃത്യമായിട്ട് സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങിക്കറിയാം. അങ്ങനെ കീസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ട് ഈ മാഡം ഒറ്റക്ക് ഒരു ചെറിയ മുറിയിൽ വിസ പ്രോസസിംഗ് പഠിപ്പിക്കുന്ന ഒരു പരിപാടി തുടങ്ങി, സഹായിക്കുന്ന ഒരു പരിപാടി തുടങ്ങി. ആ പരിപാടി ഒരു സ്റ്റാഫിൽ നിന്നും ഞാനിങ്ങനെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ജോലി ചെയ്താണ് നമ്മളുടെ പ്രിയപ്പെട്ട നിർദ്ദേശം. ഇന്ന് മണപ്പുറത്തിന്റെ മൊത്തം ആസ്തി പഞ്ചാബ് നാഷണൽ ബാങ്കിനേക്കാൾ ഉണ്ട്. അതാണ് ഈ കമ്പനിയുടെ ഒരു ഗ്രോത്തിന്റെ പ്രത്യേകത. ഓക്കെ, അത് വലിയ കാര്യമില്ല. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു ദേശസാൽകൃത ബാങ്കിനേക്കാളും ആസ്തി വരുമാനം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനുണ്ട്. അത്രയൊന്നും കിട്ടില്ലെങ്കിൽ ലേഡി ഈ മാഡം ഒരു ജോലിക്കാരൻ തുടങ്ങിയത് ഇന്ന് അവരുടെ 200-ലധികം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ 12 ബ്രാഞ്ചുകളുടെ സ്ഥാപനത്തിന് ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ ഒരു 300 കോടിയിലധികം ഒരു വർഷം അവർക്ക് വരുമാനമുണ്ട്. അവർ ഇന്നും എല്ലാ കൊല്ലവും ആന്ധ്രയിൽ നെല്ലൂർ, ഗുണ്ടൂർ ഏരിയയിൽ വരും. എല്ലാ കൊല്ലവും ഇപ്പൊ ഇവിടെ നന്ദോദ സാധനം ചെയ്യുന്ന പോലെ എന്തൊക്കെ ചെയ്യുന്ന പോലെ സ്ത്രീകൾക്കും പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാ കൊല്ലവും എവറി ഇയർ 50 കോടി രൂപ അവരുടെ നാട്ടിൽ മാറ്റും. എല്ലാ കൊല്ലം. അടുത്ത ചിത്രത്തിലേക്ക് പോയാൽ ആ ആരോ മാർക്കിട്ട പെണ്ണുങ്ങളാണ് ഈ ആദ്യം കണ്ട പെണ്ണുങ്ങൾ. വലതുഭാഗത്തിരിക്കുന്നവരുടെ ഓഫീസിലാണ്. ഓക്കെ, അമേരിക്കയിൽ അവരെ 2006 അമേരിക്കയിലെ സ്വന്തം ഓഫീസിലേക്ക് കൊണ്ടാണ് വന്നത്. 1985 അവര് ഹൈദരാബാദിനടുത്ത് അവരുടെ ഭർത്താവും അവരുടെ പിന്നെ സഹോദരിയും 2 കുട്ടികളായിട്ടിരിക്കുന്ന ചിത്രമാണ് എഴുതുമറ്റാണത്. അതിന്റെ പേര് ജ്യോതി റെഡ്ഡി എന്നാണ്. നമ്മളിങ്ങനെ വലിയ വലിയ ആൾക്കാർ, മഹാത്മാഗാന്ധിയുടെ, അബ്രഹാം ലിങ്കൻ, മദർ തെരേസ, അങ്ങനെ വലിയ വലിയ ആൾക്കാർ കാര്യം പറയേണ്ടപ്പോ നമ്മൾ മുമ്പിൽ ചെറിയ എക്സാമ്പിൾസ് ഉണ്ടല്ലോ, വളരെ നിസ്സാരമായിട്ട് നമുക്കറിയാവുന്ന നമുക്ക് എടുത്തെടുക്കുന്ന എക്സാമ്പിൾസ് ഉണ്ട്. ജ്യോതി റെഡ്ഡി ദശി. ഇനി ഒരാൾ പേര് ഞാൻ ഈ സ്ത്രീയെ നേരിട്ട് കേട്ടിട്ടുണ്ട്. 2018 ഞാൻ അവരോട് സംസാരിക്കാനും പറ്റിയിട്ടുണ്ട്. ഇവര് ലക്നൌവിലാണ്. ലക്നൌ പറഞ്ഞാൽ ഉത്തർപ്രദേശിലാണ്. UP ക്യാപിറ്റലാണ് ലക്നൌ. ഇവര് ഞാൻ നാട്യക്കാരോട് സംസാരിക്കുന്നത് വോളിബോൾ താരമാണ്. കേരളത്തിന്റെ ഒരു വോളിബോൾ കേന്ദ്രമാണല്ലോ നാട്ടിൽ എന്ന് പറഞ്ഞാൽ. ഇവര് ഇന്ത്യൻ വോളിബോൾ ടീമിലെ പ്ലെയർ ആയിരുന്നു. ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതാണ്. അങ്ങനെ ഒന്നുമില്ലാത്ത ദരിദ്ര കുടുംബമാണ്. നല്ല സ്മാർട്ടായിട്ട് കളിക്കും. അപ്പൊ ഇന്ത്യൻ ടീമിൽ കളിച്ചപ്പോൾ IMBC ജോലി കിട്ടിയില്ലേ, അത് കളിയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയതല്ലേ. അതുപോലെ ഇവർക്ക്
സെൻട്രൽ ഇൻഡസ്ട്രി സെക്യൂരിറ്റീസ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഈ വിമാനത്താവളങ്ങളിലൊക്കെ സെക്യൂരിറ്റി നിൽക്കുന്ന CISF ഒരു സബ് ഇൻസ്പെക്ടർ ജോലി കളിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തയ്യാറായി. ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ഇന്റർവ്യൂ ഉണ്ട്, പേരിനൊരു ഇന്റർവ്യൂ ഉണ്ട്, അല്ലാണ്ട് ജോലി കിട്ടില്ല. ആ ഇന്റർവ്യൂ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് 2011 ഏപ്രിൽ മാസം 21 പത്മാവതി എക്സ്പ്രസ് എന്നൊരു ട്രെയിനിൽ കയറി ഈ മാഡം ലക്നൌവിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു. 8 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ട്രെയിൻ യാത്രയാണ്. ഇവര് സ്ലീപ്പർ ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്നു. ആ ട്രെയിനില് 4 പുരുഷന്മാരായ കൊള്ളക്കാർ കയറുന്നു കൊള്ളയടിക്കാൻ. അവരെ ആൾക്കാർ ഓരോരാളും കൊള്ളയടിച്ച അവസാനം ഈ മാഡം ഇരിക്കുന്ന സ്ഥലത്ത് ഇവരുടെ കഴുത്തൊരു ചെറിയ ചെയിൻ ഉണ്ടായിരുന്നു. ആ ചെയിൻ പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ വോളിബോൾ താരമായ ഈ സഹോദരി അവരോട് ഏറ്റുമുട്ടി, അവരോട് ഫൈറ്റ് ചെയ്തു. പക്ഷെ കൊള്ളക്കാരായ ഈ പിടിച്ചുപറിക്കാരായ 4 പുരുഷന്മാര് കാവ്യയുടെ പ്രതിരോധമൊന്നും ആ സമയത്ത് ഈ കുട്ടി കരയുന്നില്ലെന്ന് തോന്നും. ആ 4 പേര് ഇവരെ പിടിച്ചു വലിച്ചുകൊണ്ടുപോയി 90 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്ന പത്മാവതി എക്സ്പ്രസിന്റെ ഡോർ തുറന്ന് തള്ളി പുറത്തേക്ക് കിട്ടും. പോയി വീണത് തൊട്ടടുത്ത റെയിൽവേ ട്രാക്കിലാണ്. കറക്റ്റ് സമയത്ത് ഒരു ട്രെയിൻ വന്നു, ഇടത് കാല് ഈ മുട്ടിന്റെ ഇവിടെ വെച്ചിട്ടങ്ങ് പോയി മുറിഞ്ഞു വിടും. മണിക്കൂറുകളോളം ചോര വാർന്ന് റെയിൽവേ ട്രാക്കിൽ കിടന്നു. ആരും പറഞ്ഞില്ല. അവസാനം ആരോ കണ്ട് അവരെ എടുത്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയിൽ അഡ്മിറ്റ് ചെയ്തു. കാലുപോയി, എനിക്ക് തുന്നിച്ചേർക്കാൻ പറ്റൂല. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വോളിബോൾ കളിക്കാൻ പറ്റൂല. ഗവൺമെന്റ് കൊടുക്കാൻ പറഞ്ഞ ജോലി എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ജീവിതം മുഴുവൻ ഒരു വലിയ ചോദ്യചിഹ്നമായി. 4 മാസത്തോളം അവിടെ AIMS അവർ കിടന്നു. എല്ലാം നഷ്ടപ്പെട്ട അരുണിമ സീനയുടെ മനസ്സിൽ തീരുമാനമെടുത്തു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ഇനി എന്ത് ജീവിക്കുന്നത്? എനിക്ക് ജീവിച്ചോടെ ഞാൻ ബാധ്യത എന്റെ കുടുംബത്തിന്. ഇനി ഞാൻ മരിക്കും, ജീവിക്കില്ല. അങ്ങനെ മരിക്കണമെന്ന് തീരുമാനിച്ച അരുണിമ സിംഗ് ഒരു ദിവസം ഇങ്ങനെ പത്രം വായിക്കുമ്പോ ക്യാൻസർ രോഗം വന്ന് ഇംഗ്ലണ്ടിൽ പോയി ചികിത്സിച്ച് നാട്ടിൽ തിരിച്ചെത്തി 3 മാസം വിശ്രമിച്ച് ക്യാൻസറിനെ തോൽപ്പിച്ച് വീണ്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കാനിറങ്ങിയ യുവരാജ് സിംഗ് എന്ന ഒരു കളിക്കാരന്റെ ജീവിതത്തെ കുറിച്ച് പത്രത്തിൽ വായിച്ചു. ആ ലേഖനം വായിച്ചപ്പോൾ ഈ മാഡത്തിന്റെ മനസ്സ് മാറി. ക്യാൻസർ എന്ന സൂക്കേടിനെ തോൽപ്പിച്ചിട്ട് ഒരാൾക്ക് വീണ്ടും കളിക്കാൻ പറ്റുമെങ്കിൽ എന്റെ കാല് മാത്രമല്ലേ പോയിട്ടുള്ളൂ, ഞാൻ തന്നെ മരിക്കുന്നത്. മുറിച്ചു മാറ്റപ്പെട്ട ഈ കാലുമായി ആർക്കും ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഞാൻ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. എന്റെ അടുത്ത് തീരുമാനം അറിയോ? ഈ വികലാംഗ കോട്ടയിൽ സർക്കാർ ഉദ്യോഗം കിട്ടുന്നതല്ല, ഞാൻ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യും. അവരാ ആശുപത്രി കിടക്കാൻ തീരുമാനിച്ചു. 1 വർഷത്തിനുള്ളിൽ ഈ കാലുമായിട്ട് ഞാൻ എവറസ്റ്റ് കൊടുപ്പിലേക്ക് കിടന്നു. എവറസ്റ്റിന്റെ ഒറിജിനൽ ബേസ് അല്ല, ഒറിജിനൽ ടോപ്പ് 888 മീറ്റർ വരെയുള്ള എവറസ്റ്റ് ഏറ്റവും മുകളിലാണ്. ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ഒരു വനിത ഇന്ത്യക്കാരിയാണ്, ബജേന്ദ്ര പാൽ എന്ന് പറയും. എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ചിട്ട് ബജേന്ദ്രപാലിന്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചിട്ട് അവരെ വിളിച്ചോണ്ട് വേണം എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എന്നെ സഹായിക്കുമെന്ന് വെച്ചു. സഹായിക്കാന്ന് പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി കൃത്രിമ കാല് വെച്ചു. ബജേന്ദ്രപാല് ഇവരെ മൗണ്ടനിയറിംഗ് പർവ്വതാരോഹണം പഠിപ്പിക്കാൻ തുടങ്ങി. നടക്കാൻ പോലും പക്ഷേ വേദനിച്ചിട്ടുണ്ടോ? പക്ഷെ അവർ വിട്ടില്ല. അങ്ങനെ അവർ പഠിക്കാൻ തുടങ്ങി. പക്ഷെ കാശ് വേണ്ടേ? എവറസ്റ്റ് കൊടുമുടി കയറുമെന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ വെറുതെ ഒരു ഹോട്ടൽ പോയി ചാവിടിക്കുന്ന പരിപാടിയൊന്നുമല്ല. 25 മുതൽ 30 ലക്ഷം രൂപ വരെ ചെലവ് വരും. ഈ കാശ് കൊണ്ട് കിട്ടും. ഇവരുടെ ഈ കാര്യം ബജേന്ദ്രപാല് ടാറ്റയുടെ അഡ്വഞ്ചർ ടീമിനെ അറിയിച്ചപ്പോ ടാറ്റ കമ്പനി ടോട്ടൽ എക്സ്പെൻസ് സ്പോൺസർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2013 മെയ് മാസം 11 മുറിച്ചു മാറ്റപ്പെട്ട കാലുമായി കൃത്രിമ കാല് വെച്ച് ജീവിക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി 1 വർഷം കഴിഞ്ഞപ്പോ മുറിച്ചു മാറ്റപ്പെട്ട കാലുമായി അരുണിമ സിൻഹ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ആ ഇന്ത്യയുടെ മുൻ വോളിബോൾ താരം എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലെത്തി. അങ്ങനെ അവർക്കൊരു വേൾഡ് റെക്കോർഡ് കിട്ടി. കാല് മുറിച്ച് എവറസ്റ്റിന്റെ മുകളിൽ കയറിയ ആദ്യത്തെ വ്യക്തി എന്ന റെക്കോർഡ് അവരുടെ പേരിലായി. ഫസ്റ്റ് ആംപ്യൂട്ടി ടു കോൺകർ മൗണ്ട് എവറസ്റ്റ്. ഞാൻ അവരെ കണ്ടത്, ഞാൻ ഓൾ ഇന്ത്യ പ്രസിഡന്റ് സംഘടനയുടെ പേര് പറഞ്ഞു JC-യുടെ. ഈ JC ഇങ്ങനെ 10 യുവ പ്രതിഭകളെ ആദരിക്കാറുണ്ട് എല്ലാവരും. 2018 ഇവർക്കായിരുന്നു അവാർഡ് കൊടുത്തത്. മംഗലാപുരത്ത് വെച്ചായിരുന്നു. അപ്പൊ ഞാനാണ് ഇവരെ അവിടെ ഇന്റർവ്യൂ ചെയ്തത്. അസാധ്യമാണ്. അവര് എവറസ്റ്റ് മാത്രമല്ല ആൽപ്സ് ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 7 പർവ്വതങ്ങൾ കയറി കഴിഞ്ഞു. 7. ഇപ്പൊ ഒരു വയ്യാത്ത ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായിക്കാനുള്ള ഒരു പരിപാടി അവരിപ്പോ ലക്നൌവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കുന്നുണ്ടോ? ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയുടെ ഉദാഹരണമാണ്.
നിങ്ങൾ വേണ്ട മുന്നിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് കൈയും ഫ്രീ ആക്കി വെക്കും. കയ്യിലുള്ള ഗ്ലാസ്സിലും താഴെ വെച്ചാൽ രണ്ട് കൈ ഒന്ന് ഫ്രീ ആക്കണം, അത്രയും ഉണ്ട്. കുറച്ച് സമയം കുറച്ചുകൂടെ സമയം സംസാരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളൊന്നും ഇഷ്ടമുണ്ട്. ഈ ബാക്കിലിരിക്കുന്നവർക്കൊക്കെ അതാണ്. അതായത് എല്ലാന്ന് വെച്ചാൽ നമ്മളെ ഡയറക്ടേഴ്സല്ല, ഞാൻ പറഞ്ഞ ഹരി ജോലി ചെയ്യുന്നല്ല, ഞാൻ ബാക്കി കയറി വേറെ ഒന്ന് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം കേട്ടോ. വേറെ ഒരു പരിപാടി നടത്തില്ല, ഒരു സ്പീച്ചായിട്ട് മാറ്റിപ്പോയത്. ഞാൻ ഒന്ന് എന്ന് പറഞ്ഞാല്, ഞാൻ വൺ എന്ന് പറഞ്ഞാല് നിങ്ങൾ ആ ഇരുന്ന സ്ഥലത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു 2 പ്രാവശ്യം കൈയടിക്കണം. അടിക്കുന്നതിലൊരു ആത്മാർത്ഥം വേണം, മനസ്സിലായേ? ഇങ്ങനത്തെ ഇതൊന്നും കൈയടിയല്ല, ചേർത്ത് വെച്ച് അടിച്ചാലേ അതിന് സുഖം ഉണ്ടാവും. വൺ എന്ന് ഞാൻ പറഞ്ഞാൽ 2 പ്രാവശ്യം ഒച്ചത്തിലങ്ങ് അടിച്ചോണം. ഞാൻ 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈയടിക്കാൻ പാടില്ല. മൊബൈലിൽ നോക്കിയിരിക്കുന്ന സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ 2 എന്ന് പറഞ്ഞാൽ കൈയടിക്കാൻ പാടില്ല. 2 എന്ന് പറഞ്ഞാൽ അടിക്കരുത്, ഇത് ഓർമ്മിച്ചു. കാരണം നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതെന്താ അങ്ങനെ അടിച്ചാലും ഒന്നും പറയാനില്ല, അടിക്കരുത്, അത്രയുള്ളൂ. 3 എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം അടിക്കണം. ഏതാ നടത്തത്? 1 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം എല്ലാവരും അടിച്ചേക്കുക. തെറ്റിയ പ്രശ്നമൊന്നുമില്ല. ഞാനൊരു 30 കൊല്ലത്തെ വക്കീലാണ്. കൈയടിച്ച് തെറ്റുന്നവരെ ശിക്ഷിക്കാനുള്ള ഒരു വകുപ്പും ഇന്ത്യൻ പീനൽ കോഡിലില്ല. ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പ്രാവശ്യം കൈയടിക്കുക. 2 എന്ന് പറഞ്ഞാൽ കൈ അടിക്കാതിരിക്കുക. 3 എന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം കൈയടിക്കുക. വോട്ടുമായിടുന്ന സ്ത്രീകളുടെ ശ്രദ്ധിച്ചോളാം. ഓക്കെ, റെഡി? ഒന്ന് അടിച്ചോ. ഓക്കെ, എല്ലാവരോടും പറയാം. കാരണം ഒരു നിങ്ങളൊരു എനർജറ്റിക് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുക, ചടഞ്ഞ് ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് ഒരാൾ നോക്കുന്നവരെ നോക്കി ഒന്നുകൂടെ മസിൽ ഉണ്ട്. റെഡി? ട്രൈ ചെയ്യാലോ? ഞാൻ ഈ നമ്പർ മാറ്റി മറിച്ചൊക്കെ പറയുവേ. ആ 1, 2, 3 ഓർഡറിനെ കൊണ്ട് നിർബന്ധമില്ല, നിങ്ങൾ ഓർമ്മിച്ച് അടിച്ചോളാം. അടിക്കാതിരിക്കുന്നത് തെറ്റിയ നല്ല ഒച്ചയിൽ അടിക്കണം. ഒന്ന് ട്രൈ നോക്കാം. ഓക്കെ, എല്ലാവരും അടിക്കണം. അടിക്കാൻ മടിച്ചു കയറുന്ന നമ്മുടെ ലീഡേഴ്സ് ഒഴികെ ബാക്കി എല്ലാവരും അടിക്കണം. ഓക്കെ, റെഡി? തുടങ്ങട്ടെ? ആ, ഓക്കെ. മതി, കുഴപ്പമില്ല. ഞാൻ ആദ്യം തന്നെ അത് പറയും, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അതങ്ങനെ ഒരാളെ തെറ്റിച്ചാലൊരു സുഖമുള്ളൂ. സാറില്ല, ആദ്യം 2 എന്ന് പറഞ്ഞ ബോധപൂർവ്വം തെറ്റിക്കാൻ ശ്രമിച്ചാണ്. അതുകൊണ്ട് അത് അടിക്കാതിരിക്കണ്ട. ഒരിക്കൽ തെറ്റുപറ്റി ഒരു പിന്നെ അത് അടിക്കാൻ കയറുന്നത് അടിച്ചോ, ഉഷാറായിട്ട് അടിച്ചോ. ഓക്കെ, റെഡി? 1. ഒരു 200ഓളം ആളുണ്ട് ഇവിടെ ഇരിക്കുന്നത്, എന്നിട്ട് ഇത്ര രക്ഷയുള്ളൂ എഴുതുന്നത്. 1, 2. കൺട്രോൾ. ഒരു തെറ്റ് ഒരിക്കൽ ആവർത്തിക്കാൻ, 2ാമത് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വീണ്ടും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് അഗൈൻ. 1, 3. ഒന്ന് മര്യാദ ആത്മാർത്ഥമാണ്. ഇങ്ങനൊന്നും അടിക്കാൻ പക്ഷിയിൽ പിടിക്കാൻ പോവാം. എനിക്ക് കൈ ചേർത്ത് അടിക്കാം, എന്നാലേ ഒരു എനർജി കിട്ടും. ഓക്കെ, 3. അടിച്ചൊക്കെ പിന്നെ ഒരു മടി പോലെ ആലോചിക്കുക. 3ക്ക് അത്രയും അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അടിച്ചോ. ഓക്കെ, 1, 3, 2. കുഴപ്പമില്ല, മോശമില്ല. ആരുടെ മാസം എടുക്കാം. ഓക്കെ, ഗോ ഹെഡ്. മറ്റൊരാൾ, ഞാൻ ഒന്നിൽ കുറച്ച് ലേഡീസിന്റെ എക്സാമ്പിൾ പറഞ്ഞ് ഒരു പോയിന്റോടെ പറഞ്ഞ് നിർത്തി പറയാം. ഇവരെ കണ്ടറിയാം, ഇവർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? പോലീസ് ഓഫീസറാണ്. ഓക്കെ, റൈറ്റ്. തൊപ്പിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല, പക്ഷെ ഒരു പോലീസ് ഓഫീസറാണ്. ഇവരുടെ ജീവിതം ഒരു സിനിമ കഥ പറയാം, ഭയങ്കര സിനിമ കഥ പറയാം. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ എന്ന സ്ഥലത്തെ ബോംബെയിലാണ് ജോലി ചെയ്യുന്നത്. അവര് ഇവരുടെ സമുദായത്തിലുള്ള രാജാവ് ഇപ്പോഴും തമിഴ്നാട്ടിലൊക്കെ ഈ ശൈശവ വിഭാഗം ഉണ്ട് കേട്ടോ. 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ പാവം കുട്ടിയെ പിടിച്ച് കല്യാണം കഴിച്ചു. 8ൽ പഠിക്കുക, 14 വയസ്സ്. കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് ഒരു പോലീസ് കോൺസ്റ്റബിളിനെ, ഒരു സാധാ പോലീസുകാരൻ. 18 വയസ്സാകുമ്പോഴേക്കും 2 കുട്ടികളായി. വീട്ടിൽ 8ാം ക്ലാസ് പഠിത്തം നിർത്തി. ഒരു ദിവസം ഭർത്താവിങ്ങനെ രാവിലെ കുറച്ച് നേരത്തെ ഗുരുവെച്ച് എന്താ നേരത്തെ പോകുന്നല്ലോ, ഇന്ന് നമുക്ക് ഡിസ്ട്രിക്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പരേഡാണ്. അത് ഈ പരേഡ് പറഞ്ഞാൽ പരേഡ് ഡ്രസ്സിൽ ഒന്ന് പോക്കൽ എടുത്ത് നടക്കണം. അത് SP ഉണ്ടാവും. ഇതിന് SP അല്ലെ DGP വരുന്നുണ്ട്, DIG വരുന്നുണ്ട്. പരേഡൊക്കെ തെറ്റിപ്പോയാൽ പണിഷ്മെന്റ് കിട്ടും. ലേറ്റ് ആവാനേ പറ്റില്ല. വൈകുന്നേരം വന്ന് മാഡം ചോദിച്ച ഭർത്താവിനോട് എങ്ങനെയുണ്ടെന്നുള്ള പരേഡ് ഭയങ്കര സംഭവം. ഈ DGP DG എന്ന് പറഞ്ഞാൽ വലിയ DGP എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ സംസ്ഥാനത്തിലെ മൊത്തം പോലീസിന്റെ മേധാവിയല്ലേ. IG, DIG, SP എല്ലാം IPS അല്ലോ. അപ്പൊ ഈ പെണ്ണുങ്ങൾ 18ാമത്തെ വയസ്സിൽ 2 മക്കളെ അമ്മയായിട്ട് 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി പെണ്ണുങ്ങൾ ചോദിക്കുക ഭർത്താവിനോട്, എനിക്കെങ്ങനെ ഒരു IAS ഓഫീസർ ആവാൻ പറ്റും? IPS ഓഫീസർ എനിക്കെങ്ങനെ ഒരു IPS ഓഫീസർ ആവാൻ പറ്റും? അതിന് നിനക്ക IPS IPSന്റെ പരീക്ഷ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുമ്പോൾ അത് എഴുതണമെങ്കിൽ മിനിമം യോഗ്യത ഡിഗ്രിയാണ്.
ഡിഗ്രി പാസ്സാവേണ്ട പരീക്ഷ എഴുതാൻ പറ്റൂല, സിവിൽ സർവീസ് എക്സാം. ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചോ, കുട്ടികളിപ്പോ സ്കൂളിൽ പോകാൻ തുടങ്ങി, എനിക്ക് പണിയൊന്നുമില്ലല്ലോ, ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കും, നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലോ, ഞാൻ പഠിച്ചിട്ട് പരീക്ഷ എഴുതിക്കോട്ടെ, എനിക്കെന്ത് വിരോധം, നീ പഠിച്ചോ, ആരും പരീക്ഷ. അങ്ങനെ ഈ മാഡം വീട്ടിലിരുന്ന് പഠിച്ചിട്ട് 18 വയസ്സ് പൂർത്തിയായവർക്ക് നേരിട്ട് SLC പരീക്ഷ എഴുതാം. അറിയാലോ, എക്സ്റ്റേണൽ കാൻഡിഡേറ്റ് ആയി വീട്ടിലിരുന്ന് പഠിച്ചിട്ട് 10ാം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സായി, വീട്ടിലിരുന്ന് പഠിച്ചിട്ട് +1 +2 പാസ്സായി, വീട്ടിലിരുന്ന് പഠിച്ചിട്ട് ഹിസ്റ്ററി സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് ഹൈ 2nd ക്ലാസ്സോടുകൂടി ഡിഗ്രി പാസ്സായി. വീട്ടിൽ നിന്നല്ല, ഡിഗ്രി പാസ്സാക്കി മാഡം പറഞ്ഞു, കുഞ്ഞിനെ കുറച്ച് വലുതായി വളർന്നു. മാഡം പറഞ്ഞു, എന്നെ ഒന്ന് ചെന്നൈയിൽ എവിടെയെങ്കിലും ഈ UPSC പരീക്ഷയ്ക്ക് കോച്ചിങ് കൊടുക്കുന്ന സ്ഥലത്ത് ചേർക്കണം. എനിക്ക് ഒറ്റയ്ക്ക് പഠിച്ച സ്ഥലത്ത് കിട്ടുമെന്ന് എനിക്കറിയാം, ഒരു കോച്ചിങ്ങിന് എന്നെ വിടണമെന്ന്. അയാൾ നല്ല മനുഷ്യൻ പോന്നു. അയാൾ അവിടുത്തെ ചെന്നൈയിലെ ഒരു അറിയപ്പെടുന്ന ഒരു സിവിൽ സർവീസ് എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ഇത് ചേർത്തു. ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസം, ഒരു വീട്ടുകാരുടെ കൂടെ. 2004 പരീക്ഷ എഴുതി തോറ്റു, 2005 പരീക്ഷ എഴുതി തോറ്റു, 2006 പരീക്ഷ എഴുതി തോറ്റു. എവിടെ ഇരുന്നില്ല, 5000 പോലും വരുന്നില്ല ലിസ്റ്റിൽ. 3 പ്രാവശ്യം തുടർച്ചയായി തോറ്റപ്പോ ഭർത്താവ് പറഞ്ഞു, ഏത് നടക്കും തോന്നില്ല, നീ തിരിച്ചു വാ, നാട്ടിൽ എന്തെങ്കിലും ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചർ പണിയാൻ നോക്കാം, നീ വന്നോ. അപ്പൊ ഈ മാഡം പറഞ്ഞു, ഒരു ചാൻസ് കൂടെ, ലാസ്റ്റ് ഒറ്റ ചാൻസ്. ഈ ലാസ്റ്റ് ചാൻസിൽ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഒഴിവാക്കി വരും, പക്ഷെ ഒരു ചാൻസ് കൂടെ തരുന്നു. അയാൾ വന്നു, അയാൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ശരി എന്നാ പറയുക, ഇത് ലാസ്റ്റ് ആണ്, 4ാമത്തെ ചാൻസ് ആണ്. ആ ലാസ്റ്റ് ആണ്. ഒരു ദിവസം 16 മണിക്കൂർ 18 മണിക്കൂറൊക്കെ വായിക്കും, അതുപോലെ കഷ്ടപ്പെടും. 2007 4ാമത്തെ ചാൻസിൽ അവര് സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിൽ റാങ്ക് നമ്പർ 272, 272 റാങ്ക്. IAS അവർക്ക് ആഗ്രഹമില്ല, IAS കിട്ടാൻ ലേശ പ്രയാസമാണ്, IAS ആഗ്രഹമില്ല, IPS. പോലീസ് അക്കാദമിയിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു. മഹാരാഷ്ട്ര കേഡറാണ് തിരഞ്ഞെടുത്തത്, മഹാരാഷ്ട്ര കേഡർ. ഈ മഹാരാഷ്ട്രയിൽ അവരെ ഡെപ്യൂട്ടി കമ്മീഷണർ പോലീസായിട്ട് നിയമിച്ചത് മുംബൈ നോർത്ത് 4th റീജിയനിലാണ്, വടക്കൻ ബോംബെയിലെ 4th റീജിയൻ. ആ സ്ഥലത്തിന്റെ പ്രത്യേകത, കച്ചറ എന്ന് പറഞ്ഞാൽ മരണമോശ സ്ഥലം. ഭയങ്കര പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റൂല, അവിടെ ഭയങ്കര അങ്ങനെ ചീട്ടുകളി, മദ്യപാനം, എല്ലാം കൊണ്ട് ഒരു വല്ലാത്ത മോശം സ്ഥലം. അവിടെയാണ് ഈ മാഡം പോയത്. പക്ഷെ അവര് അവിടുത്തെ സ്ത്രീകളെയും ചെറുപ്പക്കാരെയും സന്നദ്ധ സാംസ്കാരിക സംഘടനകളൊക്കെ കൂട്ടി അവരെയൊക്കെ ഒന്ന് കയ്യിലെടുത്ത് അവരവിടുത്തെ ഇത്തരം ഈ സോഷ്യൽ ആന്റി സോഷ്യൽ സാമൂഹ്യ വിരുദ്ധരെയൊക്കെ അടിച്ചമർത്തി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. 2019 ലോക്മത്ത് എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്, മഹാരാഷ്ട്രയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് പത്രമാണ്. ഈ ലോക്മത്ത് എന്നൊരു പത്രം എല്ലാ കൊല്ലം ഒരാളെ മഹാരാഷ്ട്രീയൻ ഓഫ് ദ ഇയർ, ഇവിടെ വനിതാ വുമൺ ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞ പോലെ മഹാരാഷ്ട്രീയൻ ഓഫ് ദ ഇയർ എന്നൊരു അവാർഡിന് ഒരൊറ്റ ആളെ വായനക്കാരുടെ അഭിപ്രായ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കും. ന്യൂസ് മേക്കർ അവാർഡൊക്കെ കൊടുക്കുകയല്ലേ നമ്മുടെ കേരളത്തിലെ മനോരമ. അതുപോലെ 2010-18 മഹാരാഷ്ട്രീയൻ ഓഫ് ദ ഇയർ അവാർഡിന് ലോക്മത് പത്രത്തിന്റെ ലക്ഷക്കണക്കിന് വരുന്ന വായനക്കാർ തെരഞ്ഞെടുത്തത് 14ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 18ാമത്തെ വയസ്സിൽ 2 കുട്ടികളായി 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയ N. അംബിക IPS എന്ന് പറയുന്ന ഈ DCP ഓഫ് മുംബൈ നോർത്തിലെ സ്ത്രീയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ തീർന്നു എന്നാണ് ചിന്തിക്കുന്നെങ്കിൽ മാറ്റേണ്ട സമയമായി. ഇനി നമുക്കൊന്നും പെർഫോം ചെയ്യാൻ പറ്റൂല, നമ്മൾ ഇനി വീട്ടിലിരിക്കേണ്ടവരാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതല്ല ബലപ്പെടുത്തന. അപ്പൊ അത് ഒരു വലിയൊരു പ്രൊസീജിയർ. ഞാൻ നമ്പിക മറ്റൊരു പെൺകുട്ടി കൂടി ഞാൻ പരിചയപ്പെട്ടതാണ്. ആ ചിത്രം സൂക്ഷിച്ചു നോക്കൂ, എന്തോ ഒരു വല്ലാത്തൊരു ചിത്രം അല്ലേ, എന്താ സംഭവം മനസ്സിലാവുന്നില്ല. ഒരു കുട്ടിയുടെ ചിത്രം, ഒരു ബുദ്ധിമുട്ടുള്ള ചിത്രം. ഈ കുട്ടിയുടെ ചിത്രത്തിൽ ആ കുട്ടി കയ്യിൽ ഇങ്ങനെ നമ്മളെ ഈ പലക കൊണ്ടുണ്ടാക്കിയ ഒരു പിന്നെ എന്താ പറയാ ചെരുപ്പ് എന്ന സാധനം. നമ്മുടെ നാട്ടിലേക്ക് ഈ എന്താ നിങ്ങൾ പറയാ മേക്കാട്ട് വഴി എടുക്കുന്ന ആൾക്കാർ ദേശത്തിലെ ഈ അല്ലെ ചുമരൊക്കെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ തേപ്പ് പണിക്കാർ ഉപയോഗിക്കുന്ന സാധനം പോലെ അല്ലെ. ആ കുട്ടി വലിയ സംഭവം, കുട്ടി എവിടെയാണ്, കുട്ടിക്ക് കാലിലും കാണുന്നില്ല, എന്തോ താഴെ ഒരു ബോർഡ് കാണുന്നില്ലേ. ചൈനയിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വന്നൊരു കുട്ടിയായിരുന്നു. 4ാമത്തെ വയസ്സിൽ വീട്ടിൽ മുകളിൽ റോഡ് അശ്രദ്ധമായി ഓടിക്കിടന്നപ്പോ ഒരു ലോറി വന്ന് 2 കാലിന്റെ മുകളിലേക്ക് പോയി. 4ാമത്തെ വയസ്സിൽ 2 കാലിന്റെ മുകളിൽ ലോറിയുടെ ടയർ ഇറങ്ങിയിട്ട് പോയി. 2 കാലും മുറിച്ചു മാറ്റി.
നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. എന്തൊരവസ്ഥ! 4ാമത്തെ വയസ്സിൽ കുട്ടിയുടെ അവസ്ഥയാണ്. ഇവിടെ നമ്മുടെ കമ്പനിക്ക് പോയി കുറച്ച് കാലമൊന്നുമല്ല, അവരേ ഉള്ളൂ. ഈ കുട്ടിയുടെ മുത്തച്ഛൻ ഭയങ്കര പാവപ്പെട്ട കുടുംബം. ഈ കുട്ടിയുടെ മുത്തച്ഛന് ഈ അങ്ങനെ ചില ആൾക്കാർ ചില ഐഡിയകൾ വരും. ഒരു ഐഡിയ വന്നാ അതിന് എവിടെ വിട്ടൊരു ബാസ്കറ്റ് ബോൾ സംഘടിപ്പിച്ചുകൊണ്ടു. ആ ബാസ്കറ്റ് ബോളിന്റെ മൂലഭാഗം കട്ട് ചെയ്തു. എന്നിട്ട് ഈ കുട്ടിയുടെ വേസ്റ്റ് താഴെയുള്ള ആ ശരീരം ആ ബോളിലേക്ക് കട്ടി വെച്ചു. എന്നിട്ട് അതിന് ചുറ്റും തുണി കെട്ടിക്കൊടുത്തു. കയ്യിൽ ഈ ബെഞ്ച് ഈ മരം കൊണ്ട് 2 ചെരുപ്പ് പോലെ സാധനം ഉണ്ടാക്കി പിടിച്ചോ. ആ കുട്ടി ആ ബോളിനകത്താണ് പിന്നീട് യാത്ര. ആ കുട്ടി ആ മരത്തിന്റെ ചെരുപ്പ് പിടിച്ചിട്ടാണ് അവര് സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. സ്കൂളിൽ പോകാൻ തുടങ്ങി. ആ കുട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ അക്ഷരമമ്മയെ ഈ ജീവകാലം മുഴുവൻ എന്നെ ഓർത്ത് സങ്കടപ്പെടും. ഈ പാവം കുട്ടിയെ അവർ നോക്കണ്ടേ? അത് എന്നെ ഓർത്ത് എന്റെ അശ്രദ്ധ കൊണ്ട് എന്റെ കാലം രക്ഷപ്പെട്ട എന്റെ അക്ഷരമമ്മ എന്നെ ഓർത്ത് എന്നും അവർക്ക് തീരെ ദുഃഖമായിരിക്കും. ആ കുട്ടി കുരുന്ന് പ്രായത്തിലെ തീരുമാനിച്ചു, എന്റെ അച്ഛനും അമ്മയും എന്നെ ഓർത്ത് അഭിമാനിക്കുന്നവരായി ഞാൻ മാറണം. അതിന് ഞാൻ എന്തെങ്കിലും ചെയ്യണം. എന്റെ പാരന്റ്സ് എന്നെ കുറിച്ച് അഭിമാനിക്കണം. അവളെ മനസ്സിലുള്ള ഒരാഗ്രഹം നീന്തൽ പഠിക്കലായിരുന്നു. നീന്തൽ പഠിക്കും. കൈകൊണ്ട് മാത്രമാണ് കാണില്ല. അവളെ ചെറിയ പ്രായത്തിൽ നീന്തൽ കുറിച്ച് ഒരുപാട് വെള്ളത്തിൽ കുടിക്കും. ആരെങ്കിലും അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ നീന്തൽ പഠിക്കാൻ കൈയുടെ മസിൽ ശക്തി വർദ്ധിപ്പിക്കുന്ന എക്സസൈസ് കണ്ടമാനം ചെയ്യും. അങ്ങനെ ഇവരുടെ കഥ ബാസ്കറ്റ്ബോൾ പെൺകുട്ടി എന്നാണ് ഇവരുടെ പേര്. ഇവിടെ എല്ലാവരും അറിയുന്നത് ബാസ്കറ്റ്ബോൾ പെൺകുട്ടി. കാരണം ഈ ബോളിനാണല്ലോ യാത്ര. ഇവരുടെ ഈ കഥ ഇങ്ങനെ ഏതോ ഒരു മാഗസിനിൽ വായിച്ച് ഒരു 2 വർഷം കഴിയുമ്പോൾ ബീജിങ്ങിലുള്ള ഏതോ ഒരു സന്നദ്ധ സംഘടന ഈ കഥ വായിച്ചപ്പോ പോയിട്ട് അവൾക്ക് 2 കൃത്രിമക്കാലുകൾ സ്പോൺസർ ചെയ്തു. പിന്നെ മെല്ലെ മെല്ലെ കൃത്രിമക്കാലിലാണ് സ്കൂളിൽ പോകുന്നത്. പക്ഷെ നീന്തൽ പരിശീലനം നിർത്തിയിട്ടുണ്ട്. രാവിലെ വൈകുന്നേരം എല്ലാ ദിവസവും പ്രവർത്തനം നീന്താൻ പോകും. അങ്ങനെ നീന്തി 2014 ചൈനയില് അവരുടെ ദേശീയ ഭിന്നശേഷിക്കാരുടെ ദേശീയ കായികമേളയിൽ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന നീന്തൽ ഐറ്റത്തിൽ ഇവിടുത്തെ സ്വർണ്ണ മെഡൽ കിട്ടി. സ്വർണ്ണ മെഡൽ കിട്ടിയത് മാത്രമല്ല, ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള യോഗ്യത കിട്ടി. ഈ ഒളിമ്പിക്സ് നടക്കുന്ന ഈ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന അതേ നഗരത്തിൽ ഒളിമ്പിക്സ് കഴിഞ്ഞിട്ട് 2-3 മാസം നമ്മൾ അതേ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മറ്റൊരു ഒളിമ്പിക്സ് ഉണ്ട്, പാരാലിമ്പിക്സ് പോലെ. ആർക്ക് വേണ്ടി നടത്തുന്നത്? ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് വേണ്ടി നടത്തുന്ന ഒളിമ്പിക്സാണ്. വയ്യാത്തവർക്ക് ഒളിമ്പിക്സാണ്. 2014 നാഷണൽ ചാമ്പ്യനായത്. 2016 ബ്രസീലിന്റെ മനോഹരമായ നഗരമായ റിയോ ഡി ജനീറോ എന്ന നഗരത്തിലാണ് ഒളിമ്പിക്സ് നടന്നത്. ആ റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ ഈ പെൺകുട്ടി 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ പാരാലിമ്പിക്സ് ഗോൾഡ് മെഡലായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചൈനയിൽ ഏറ്റവും കൂടുതൽ ആരാധകന്മാരുള്ള കായിക താരമാണ് ഈ കുട്ടി. നിങ്ങളുടെ നിൽക്കുന്ന ചിത്രമാണ് 2ാമത്തത്. ഇന്ന് ചൈനയിലെ ഏറ്റവും കൂടുതൽ ആരാധകന്മാരുള്ള, ചൈനയിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരുള്ള രാജ്യം. അവിടെ ഏറ്റവും കൂടുതൽ ആരാധകന്മാരുള്ള ഒരു കായിക താരമാണ്. ഒരുപാട് വലിയ വലിയ കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡറാണ്. ഗംഭീരമായ ഇൻസ്പിറേഷണൽ സ്പീച്ച് നടത്തും. ഈ കുട്ടി ഒരു താരമാണ് ചൈനയില്. ചാൻ ഹോങ്കിയാൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. അത് ചൈനീസ് പേരാണ്. ക്വാൻ നല്ല വായിക്കോ, ചാൻ എന്നൊരു വായിക്കോ. ചാൻ ഹോങ്കിയാൻ എന്നാണ് ഈ കുട്ടിയുടെ പേര്. അപ്പൊ ഞാൻ ഒരു കുട്ടി 4ാമത്തെ വയസ്സിലുള്ള ഒരു ട്രാജഡി ഉണ്ടായി. ആ കുട്ടി ആ എല്ലാ വെല്ലുവിളിയും നേരിട്ടുകൊണ്ട് ആ കുട്ടി ഇങ്ങനെ എത്തി എന്നുള്ളതാണ്. ഇങ്ങനെ കാര്യമില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കണം, മനസ്സിൽ ഈ ഒരു ലോക വനിതാദിനത്തിലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയില്ല, അതൊക്കെ അസാധ്യമാണ്, അപ്രാപ്യമാണുള്ള നെഗറ്റീവ് ചിന്ത ഉണ്ടാവരുത്. ഒരിക്കലും ഈ ന്യൂയോർക്കില് ടൈം സ്ക്വയർ എന്ന സ്ഥലമുണ്ട് ന്യൂയോർക്ക് സിറ്റിയിൽ. അവിടെ ഏറ്റവും മോസ്റ്റ് ഹാപ്പനിങ് പാർട്ട് ഓഫ് ന്യൂയോർക്ക് സിറ്റിയാണ്. ഒരു മനുഷ്യൻ എല്ലാ ശനിയാഴ്ച വൈകുന്നേരം ഒരു 5 മണിക്ക് ഒരു 2 പട്ടികളെയും കൂട്ടി ഈ ന്യൂയോർക്ക് സിറ്റിയിൽ, അമേരിക്കയിലെ സിറ്റിയിൽ പോകും. വൈകുന്നേരം ആറ് ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഇയാൾ ഈ 2 പട്ടികൾ കൂടെ പോകും. ഒരു പട്ടിയുടെ കളർ കറുപ്പാണ്, മറ്റേ പട്ടി വെളുപ്പാണ്. ഒരു വെളുത്ത പട്ടിയും ഒരു കറുത്ത പട്ടി, ഭയങ്കര സൈസുള്ള പട്ടിയാണ്. ഇയാൾ ഈ 2 പട്ടികളെ കടിപിടി കുടിപ്പിക്കും. അപ്പൊ ആൾക്കാർ പട്ടികളുടെ കടിപിടി കൂടാൻ കാണാൻ വേണ്ടി വരും. കാണാൻ വട്ടത്ത് നിൽക്കുന്നവർ പറയും വെട്ടുണ്ടോ നിൽക്കാതെ. ആരെങ്കിലും പങ്കെടുത്ത് തയ്യാറാണോ? ഞാൻ പറയുന്നു ഈ മത്സരത്തിൽ വെളുത്ത പട്ടി ജയിക്കുന്നു. അപ്പൊ ആൾക്കാർ കാശ് വരും. അപ്പൊ ആൾക്കാർ കറുത്ത പട്ടി. ഇയാൾ വെളുത്ത പറയും, ആൾക്കാർ കറുത്ത പറയും. അങ്ങനെ വെച്ച് നോക്കാം. $5 $10 വെച്ച് നോക്കാം. 1.5 മണിക്കൂർ ഭയങ്കരമായിട്ട് പട്ടികൾ കടുപിടിവിടും. അവസാനം ഒരു പട്ടി നോക്കും, അയാൾ വീട്ടിൽ പോകും. അടുത്ത ശനിയാഴ്ച ഇതേപോലെ വരും. ഒരു 10-12 വർഷങ്ങൾ അയാൾ എല്ലാ ശനിയാഴ്ചയും ആൾക്കാരത് കാണാനായിട്ട് പോകും, വെച്ച് വെക്കാനായിട്ട് പോകും. കുറെ കഴിഞ്ഞ നിർത്തി പരിപാടി.
അപ്പൊ ഈ സ്ഥിരം ഇയാൾക്ക് ഈ കരിപിടി മത്സരം കാണാൻ പോകുന്ന ഒരാള് ഇയാൾ ഈ പരിപാടി നിർത്തിയിട്ട് ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പം ഈ മനുഷ്യന്റെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. സാറല്ലേ ആ പട്ടികൾ കൊണ്ടുവന്നിട്ട് ഈ കരിപിടി മത്സരം നടത്തിയാണ്? അതെ. എന്താ നിർത്തിയത്? പട്ടികൾക്ക് വയ്യാണ്ടായി, നിർത്തി. വേണ്ട സാറേ, എനിക്ക് ഒരു കാര്യം അറിയാത്തത്, ഒരു 99% സന്ദർഭങ്ങളിലും സാറ് ഏത് പട്ടി ജയിക്കുമെന്ന് പറയുന്നോ ആ പട്ടിയെ ജയിക്കാറുള്ളൂ. സാറ് കറുത്ത പട്ടി ജയിക്കുന്ന കറുത്ത ജയിക്കും. സാറ് വെളുത്തത്, സാറ് ഇത്ര കൃത്യമായിട്ട് ഏത് പട്ടി ജയിക്കുന്നത് സാറിന് എങ്ങനെയാ പ്രവചിക്കാൻ പറ്റുന്നത്? എന്താ അതിന്റെ രഹസ്യം? അയാളോടും പറയണ്ട, ഞാൻ ആ പരിപാടി നിർത്തി, പറഞ്ഞാൽ മോശമാണ്, പറയുന്നത് ഞാൻ പറയുന്നു. ഇല്ല സാറ് പറഞ്ഞു, ഞാൻ ആരോട് പറയില്ല. ഒരു ശനിയാഴ്ച പട്ടികളുടെ കരിപിടി മത്സരം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഞാൻ തീരുമാനിക്കും അടുത്ത ശനിയാഴ്ച ഏത് പട്ടി ജയിക്കണം. ഞാൻ തീരുമാനിക്കും. കറുത്ത പട്ടി ജയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ ഒരാഴ്ച വെളുത്ത പട്ടിക്ക് ഭക്ഷണമേ കൊടുക്കൂല, ഒരു ഫുഡും കൊടുക്കൂല, അതിനെ പട്ടിണിക്കിടും. കറുത്ത പട്ടിക്കാണെങ്കിൽ ഗംഭീരമായിട്ട് പാലും മുട്ട ഇറച്ചി മത്സ്യം കൊടുക്കും. അങ്ങനെ ഒരാഴ്ച ഒരു ഭക്ഷണം കിട്ടാതെ പരവശനായി ക്ഷീണിതനായി അവശനായിട്ടാണ് വെളുത്ത പട്ടി വരിക. ഓട്ടോമാറ്റിക്കായിട്ട് കറുത്ത പട്ടി വെളുത്തത് തോന്നിക്കും. അതിന്റെ അടുത്ത ആഴ്ച വെളുത്തത് ജയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ ഇതേ പരിപാടി കറുത്തന് വരും. ഇങ്ങനെയാണ് ഞാൻ പട്ടികളെ ജയിച്ചത്. കഥയുടെ സാരാംശത്തിലേ ഉള്ളൂ, എന്റെയും നിങ്ങളുടെ എല്ലാം മനസ്സിൽ 2 പട്ടികളുണ്ട്. അതൊന്ന് വെളുത്ത പട്ടിയാണ്, ഒന്ന് കറുത്ത പട്ടിയാണ്. വെളുത്ത പട്ടി എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയുടെ ചിന്തയാണ്. കറുത്ത പട്ടി എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കല്യാണം കഴിഞ്ഞ് 3 കുട്ടികളായി 2 കുട്ടികളായി നമ്മളിങ്ങനെ വീട്ടിലെങ്ങനെ ഒതുങ്ങി പോയിക്കോളാം എന്ന് ചിന്തിക്കുന്ന വളരെ പരിമിതമായ ആ ചിന്തകളാണ് കറുത്ത പട്ടി. ഏത് പട്ടിക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു എന്നതാണ് പ്രശ്നം. നിങ്ങളെ കൊണ്ട് ആവാൻ പറ്റില്ല, ചെയ്യാൻ പറ്റൂല, ഇതൊക്കെ കഴിഞ്ഞു പോയി സാറേ എന്ന് പറയുന്ന ആ കറുത്ത പട്ടിക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി തന്നെ ഈ ലോകത്തോട് യാത്ര പറയും. അതല്ല, നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും, എനിക്കും ചെറിയ ചെയ്യാൻ പറ്റും. എത്ര ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, എല്ലാം പറഞ്ഞില്ലേ, പ്രായം കേവലം ഒരു സംഖ്യ മാത്രമാണ്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചാലും പറ്റും എന്നുള്ള ആ ശുഭാപ്തി വിശ്വാസത്തിന്റെ വെളുത്ത പട്ടിക്കാണ് നിങ്ങൾ ആഹാരം കൊടുക്കുന്നെങ്കിൽ ആ പട്ടി നിങ്ങളെ എന്താക്കിരിക്കുന്നോ അവിടെ എത്താൻ വേണ്ടി കഴിയും. ഇത് പോയേ ഓക്കെ. ഓക്കെ, ഈ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അത് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഓക്കെ, വേറെ എന്തെങ്കിലും പ്രത്യേകത? നിങ്ങളുടെ ആരെങ്കിലും ജന്മത്തിനാണോ എന്ന് അറിയില്ല, അങ്ങനെ ആരും കൊണ്ടെന്ന് പറയാം. ബർത്ത്ഡേ ഇല്ല, അല്ല മാരേജ് ആനിവേഴ്സറി മറക്കാൻ ശ്രമിക്കുന്ന ദിവസം അറിയില്ല. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച മാറ്റം വ്യത്യാസം അതല്ല. ഞാൻ ഈ ചോദ്യം ഒരു 10ാം ക്ലാസ്സിലെ കുട്ടിയോട് ഒരു 10-18 വർഷം മുമ്പ് ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോ, ഇപ്പൊ എനിക്ക് സമയം ഞാൻ പോകില്ല, അന്നൊക്കെ സ്കൂളിൽ പോകും. ഞാൻ പറഞ്ഞു എന്താണ് ഒരു കുട്ടി എന്നോട് ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് നടത്താൻ വേണ്ടിട്ട് വന്നപ്പോ ചോദിച്ചു, അങ്കിളെ ഇന്നത്തെ ദിവസം ഒരു വല്ലാത്ത എനിക്കൊരു പ്രത്യേക ദിവസമാണ് അങ്കിളിന് പറയാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, മോളെ ബർത്ത്ഡേ ആണോ? അല്ല. മോക്കിന്ന് പരീക്ഷ പേപ്പർ കിട്ടിയിട്ട് ഫസ്റ്റ് കിട്ടിയ ക്ലാസ്സിൽ? അല്ല. മോളെ അച്ഛൻ്റെ അമ്മയുടെ ആനിവേഴ്സറി ആണോ? അല്ല. മോക്കിന്ന് ആരെങ്കിലും നല്ല ഗിഫ്റ്റ് തന്നോ? അല്ല. പിന്നെ എന്താ മോളെ ഇന്നത്തെ ദിവസം ഇത്ര പ്രത്യേകത? ആ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞ സെന്റൻസ് ലോകത്ത് ഒരു വലിയ ഒരു ഫിലോസഫിയാണ്. ആ കുട്ടി പറഞ്ഞത്, അങ്കിൾ ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ഇനിയുള്ള എന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസമാണ്, ഇനിയുള്ള എന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസമാണ് എന്ന്. സത്യമല്ലേ? എന്തൊന്നും മനസ്സിലാകാൻ അടൂർ ബാലകൃഷ്ണൻ സിനിമയിലിരിക്കുന്നത്. എനിക്കിപ്പോ ഞാൻ ഈ നാളെ രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ഒരു 10, 15, 20 എത്രയാണ് ദൈവം തീരുമാനിക്കട്ടെ, ഞാനൊരു 20 കൊല്ലം കൂടി ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു വെറുതെ വിചാരിക്കാം. ഇനി ഞാൻ ജീവിച്ചിരിക്കാൻ പോകുന്ന ആ 20 കൊല്ലത്തിന്റെ ആദ്യ ദിവസം നാളെ രാവിലെ ആ ദിവസം ആയിക്കൂടെ? പറഞ്ഞോളൂ. എല്ലാ ദിവസവും അങ്ങനെയല്ലേ ഞാൻ ചോദിക്കുന്നത്. ഇനി നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കാൻ പോകുന്നു, ആ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ശിഷ്ടകാലത്തിന്റെ ആദ്യത്തെ ദിവസമായിരിക്കുമല്ലോ ഓരോ ദിവസവും. കാരണം ജീവിതത്തിലെ ആദ്യ ദിവസങ്ങളിൽ പലപ്പോഴും നമ്മൾ ഓർമ്മിക്കാറില്ലേ? ഞാൻ ഒരു തമാശ, നമ്മുടെ കല്യാണം കഴിച്ച കൂട്ടിയാണ് 2 കൈ പൊന്നിക്കണ്ട, 2 കല്യാണം കഴിച്ചോണ്ട് ഓക്കെ മണിയോടെ ഇല്ലേ? ഓക്കെ റൈറ്റ്. ഞാൻ വെറുതെ ചോദിക്കാം, നമ്മുടെ ആ വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ കടന്ന ദിവസം നമ്മൾ മറന്നോ? മറക്കാറുണ്ടോ? നമ്മൾ ഇല്ല നമ്മുടെ മനസ്സിൽ. കാരണം നമ്മുടെ ലൈഫിലെ വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു നമ്മുടെ ആ മാരേജ് ചെയ്യുന്ന ദിവസം, അല്ലെ?
ഇനി എന്തെല്ലാം പറഞ്ഞാൽ ആ ദിവസത്തിന്റെ ചടങ്ങും ആ നിമിഷവും നമ്മൾ യാത്ര ചെയ്തതും ഭർത്താവിന്റെ വീട്ടപ്പോൾ എല്ലാം കൃത്യമായി മനസ്സിലാവും. ഷുവർ, ഓക്കെ. ഞാൻ 30 കൊല്ലം മുമ്പ് ഞാൻ ഈ വക്കീലിനെ പോയിട്ട് ആദ്യമായി കോടതി പോയത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. വിളിച്ചു പോലെ എന്റെ സീനിയർ ബന്ധത്തെ വക്കീലെന്ന് എന്നെ ഒരു ആവാത്തൊരു മണി വെപ്പിച്ചു വന്നു. അതുപോലെ ഒരു ഡോക്ടറെ നിശ്ചയിക്കാൻ ആദ്യ ദിവസം അതാണ് എന്റെ സീനിയർ എന്നോട് ഏറ്റവും വലിയ ഒരു നന്ദി എന്ന് പറഞ്ഞത്. ഓക്കെ, ഞാനിപ്പോൾ ഓർമ്മിക്കാം. ഞാൻ ആദ്യമായിട്ട് പോയത് ആദ്യമായിട്ട് വിമാനത്തിലെ എത്രയോ തവണ എത്ര നമുക്ക് ഓർമ്മയുണ്ടാവുക. എന്നാൽ ഫസ്റ്റ് ഫ്ലൈറ്റ് ചെയ്ത് ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ലേ? ഉണ്ടാവും. ആദ്യം നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യ ശമ്പളം കയറ്റി നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവില്ലേ? പറയാനുണ്ടാവില്ല. നിങ്ങൾക്കൊരു വണ്ടി ഇങ്ങളിപ്പോ ചിലപ്പോ 2ാമത്തെ 3ാമത്തെ 10ാമത്തെ 20ാമത്തെ വണ്ടി ആയിരിക്കാം. ആദ്യം വാങ്ങിയ വണ്ടി ആ വണ്ടി വാങ്ങിയ ആദ്യ ദിവസം നമുക്ക് മറക്കാൻ പറ്റുമോ? അതാ ഇല്ല. മാർച്ച് 5 മിനിയാണ് 1991 മാർച്ച് 5 എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. 1991 മാർച്ച് 5 ഞാൻ ആദ്യ അച്ഛനായത്. എന്റെ ആദ്യത്തെ മോളി ജനിച്ചത്. 2ാമത്തെ മോളി ജനിച്ച ദിവസം വന്നിട്ടൊന്നുമില്ല. ചിലർക്ക് 3-4 കുട്ടികളെ ഒരു ത്രില്ലൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ ആദ്യത്തെ കുട്ടി ആകുമ്പോ നമുക്ക് ചിലപ്പോൾ എന്തായാലും ഒരു ആദ്യത്തെ കുട്ടി ഒരു അമ്മയോ ഒരു അച്ഛനായിക്കോട്ടെ, ആദ്യത്തെ കുട്ടി ജനിക്കുന്ന ദിവസം ഒരു ഭയങ്കര ത്രില്ലായിരിക്കും. അപ്പൊ നമുക്ക് ഈ ജീവിതത്തിലെ ആദ്യ ദിവസങ്ങൾ പലതും വളരെ പ്രധാനപ്പെട്ടാണ്. ടീച്ചറെ ആദ്യത്തെ മെഡൽ ഓടിയിട്ട് വന്ന ദിവസം ഇപ്പൊ ഓർമ്മയുണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ ആദ്യ ദിവസം എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. യെസ് ഓർ നോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ആദ്യ ദിവസമാണെന്നില്ലേ ഞാൻ പറയുന്നത്? എല്ലാ ദിവസവും ആദ്യ ദിവസം ചിന്തിച്ച പോലെ ഏതിന്റെ ആദ്യ ദിവസം? ഇനിയുള്ള ജീവിതത്തിന്റെ ആദ്യ ദിവസം. തകർക്ക്, ആർമാദിക്ക്, ആസ്വദിക്ക്, എൻജോയ്. ഈ ദിവസം പോക്കർ ചെയ്തത് എല്ലാ ദിവസവും ആദ്യ ദിവസമാണ്. ഓക്കെ, സോ സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് എക്സ്ട്രാ ഫ്രം ടുഡേ. ഇന്ന് മുതൽ ഇനി ജീവിക്കാൻ പോകുന്ന ദിവസത്തിന്റെ ആദ്യ ദിവസമാണ് ഇന്ന് മനസ്സിലാക്കി എന്തെങ്കിലും എക്സ്ട്രാ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും വ്യത്യാസം ചെയ്യാം. യുവർ ടുമാറോസ് വിൽ ബി ബെറ്റർ ദാൻ ടുഡേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നാളുകൾ നിങ്ങളുടെ ഇന്നുകളേക്കാൾ നന്നാവും. നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും ഒന്നും വേണ്ട, ഒരു പുതിയ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിച്ചോളാം. അതെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്. ഒരു പക്ഷേ അങ്ങനെ ഒരു പുതിയ ഐറ്റം ഞാൻ തമാശ ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കുക ഫുഡൊക്കെ നിങ്ങളുടെ റെസ്റ്റോറന്റ് വീട്ടിൽ ഗംഭീരായിട്ട് പറഞ്ഞാൽ ഞാനൊരു പുതിയ സാധനം ചെയ്തു ഗംഭീരായി. അപ്പൊ എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യും. ശരിയാ സാർ, ഞാൻ വലത്തോട്ട് തിരിഞ്ഞാൽ കിടക്കും, അത് ഇടത്തോട്ടാണ് അല്ലെ? അങ്ങനെ കിടപ്പിന്റെ ഷേപ്പ് മാറ്റല്ല. ട്രൈ ടു ഡു സംതിങ് ഡിഫറെന്റ്. ഓക്കെ, സോ വി ആർ കമ്മിങ്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഈസ് ദോസ് ഹു ബിക്കേം പവർഫുൾ ബൈ എംപവർമെന്റ്. ലോകത്തിലെ ഏറ്റവും സുന്ദരി ഐശ്വര്യറായിയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരി എന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല വെളുത്ത നിറവുണ്ടായതുകൊണ്ടോ നല്ല കാണാൻ ഭംഗിയുണ്ടായതോ അവരാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്ന് പറയുന്നത് those who became powerful by empowerment, ശാക്തീകരണത്തിലൂടെ ശക്തി നേടുന്ന സ്ത്രീയാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ അരുണിമ സിംഗിയെ പോലെയുള്ള ആൾക്കാരാണ്. ആ ലതാ ഭഗവാൻ ഖരയെ പോലുള്ള ആ ചേച്ചിയിലെ അവരാണ് ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീകൾ. യശോർണോ? അതാണ് നിങ്ങളുടെ സൗന്ദര്യം. ഞാൻ വീണ്ടും പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ഇൻ കംപ്ലക്ഷൻ, നമ്മുടെ ത്വക്കിന്റെ നിറത്തിലല്ല. ഓക്കെ, ഷീ ഈസ് ബിയോണ്ട് എനി ഡിസ്ക്രിപ്ഷൻ. വർണ്ണനയ്ക്കപ്പുറത്താണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ. വർണ്ണനയ്ക്കപ്പുറം. ഡോക്ടർ ഫോസ്റ്റസ് എന്ന ഒരു മനോഹരമായ വിശ്വവിഖ്യാതമായ നാളുകൊണ്ട് അപ്പൊ ഈ മരിച്ച മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രം പഠിക്കാത്ത ഒരാളായിരുന്നു ഡോക്ടർ ഫോസ്റ്റസ്. അയാൾക്ക് അതുകൂടെ പഠിക്കണം. പഠിച്ച പറഞ്ഞു ശരി, പക്ഷെ അതൊരിക്കലും പ്രയോഗിക്കുന്നതല്ല. ഹെലൻ എന്ന് പറയുന്ന ഗ്രീക്ക് പുരാണത്തിലെ ലോകത്തെ സുന്ദരി, ആ ഹെലന്റെ പേരിലാണ് അവിടെ യുദ്ധം നടന്നത്. എത്രയോ വർഷം വീണ്ടും യുദ്ധം നടന്നത്. ഓക്കെ, അവസാനം ഈ ഡോക്ടർ ഫോസ്റ്റസ് മരിക്കാൻ പോകുന്ന ഒരു ആഗ്രഹം ബാക്കി. എന്താഗ്രഹം? എനിക്ക് ആ ഹെലനെ കാണാം. ട്രോജൻ യുദ്ധം നടക്കാൻ കാരണമായ ലോകത്തിൽ ഇന്ന് വരെ ജനിച്ചതിൽ ഏറ്റവും നല്ല സുന്ദരി എന്ന് ചരിത്രം പറയുന്ന, സാഹിത്യം പറയുന്ന ഹെലൻ എന്ന സുന്ദരിയെ അയാൾക്ക് കാണണം. പക്ഷെ സുന്ദരിയെ കണ്ട ആ നിമിഷം അയാൾ മരിക്കും. അതാണ് കണ്ടീഷൻ. മരിച്ചുപോയ ഒരാളെ ജീവനോടെ വീണ്ടും കാണണമെങ്കിൽ കണ്ടോളൂ. പക്ഷെ നിങ്ങളുടെ മരണമുള്ളൂ. മരിച്ചോട്ടെ, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു, എനിക്കിനി ആഗ്രഹമൊന്നുമില്ല, എനിക്ക് ഈ ഹെലനെ കണ്ടെന്ന് മരിച്ചാൽ മതി. അങ്ങനെ ഹെലൻ മുമ്പിൽ വരികയാണ്. വളരെ vast is the place that belonged to 1,000 ships that burned the topless towers of Ilium. Oh sweet Helen, make me immortal with a kiss. എന്നാണ് പറയാം. ഒരു ചുംബനത്തിലൂടെ നീ എന്റെ ജീവിതം അനശ്വരമാക്കും. ചുംബിക്കാന്ന് പറ്റില്ല, പഠിക്കാൻ വരും. ഞാൻ പറഞ്ഞ ആ ഹെലനും അല്ല ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി. ഏറ്റവും മികച്ച സുന്ദരി തന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് ശക്തി നേടുന്ന ഒരു വനിതയാണ്. തന്റെ കഴിവെന്താണ്, ഒരു സ്ത്രീയുടെ കഴിവെന്താണെന്ന് തിരിച്ചറിഞ്ഞ് ശക്തി നേടുന്ന ഒരു വനിതയാണ്. സോ വി വിൽ കം ടു ദ ലാസ്റ്റ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഡെഫിനിഷൻ പറഞ്ഞത് ലാസ്റ്റ് സ്ലൈഡാണ്. ബന്ധങ്ങളെ നെയ്തെടുക്കലാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത.
കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ അതൊരു വലിയ തമാശയൊക്കെ നമ്മൾ പലതും പറയുക. അവരെ 2 ഡെഡ് ബോഡി പിടിച്ച ഒരാൾ പോകുന്നു, അയാളുടെ ബാക്കിൽ 2 ഡെഡ് ബോഡി പിടിച്ച ആൾക്കാർ പോകുന്നു. അയാൾ ആ 2 ഡെഡ് ബോഡി ബാക്കിൽ പട്ടീനെ പിടിച്ച ഒരാൾ, ഈ പട്ടീനെ പിടിച്ച ആളുടെ ബാക്കിൽ 300 ആൾക്കാർ ഒറ്റ ലൈനായിട്ട് നടക്കുന്നു. ഒരു വല്ലാത്ത വിചിത്രമായ ഒരു വിലാപയാത്ര. ഇതൊന്നും മനസ്സിലാവാത്തൊരു വഴിയാത്രക്കാരൻ ഈ പട്ടിയെ പിടിച്ച ആളോട് ചോദിച്ചു, ചേട്ടൻ എല്ലാവരും പരിശോധിച്ചു, എന്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയും എങ്ങനെ ഈ പട്ടി കടിച്ചു. ഈ പട്ടിക്ക് വേറെ ആരോടും ഒരു പ്രശ്നമില്ല, ഭാര്യയുടെ അമ്മ എന്താ പറയില്ല. അപ്പൊ മക്കളെ ചോദിക്കുക, പൈസ എത്രയും തരാം ഒരു ദിവസം പട്ടിയെ തരും, കാശ് ഞാൻ എത്രയും തരാം ഒരു ദിവസം പട്ടി. അപ്പൊ അയാൾ പറഞ്ഞു, പോയിട്ട് ബാക്കിൽ ക്യൂ നിന്നോ, അവരൊക്കെ വെയിറ്റ് ചെയ്യുന്ന തമാശ എങ്ങനെ പറയും. പക്ഷേ ഞാൻ കേട്ടെ, ഞാനൊന്ന് എന്റെ കുടുംബത്തിന് കല്യാണത്തിൽ പങ്കെടുത്ത് 10 രൂപ കൊല്ലുന്നുണ്ട്. ഒരു രക്ഷ ഞാൻ അന്ന് എന്തെങ്കിലും ഗതികെട്ട മീറ്റിംഗ് ആൻസറിയോ ജയിച്ചിട്ടുണ്ടാവും. മിനിയാണ് എന്റെ നാട്ടിൽ ഏറ്റവും വേണ്ടൊരു മാരേജ് വൈഫ് പോയി. നമ്മുടെയൊക്കെ ബന്ധങ്ങൾ ഇങ്ങനെയെങ്കിലും ഉടയാതെ മറ്റുള്ളവർ പിടിച്ചെടുത്ത ഭാര്യമാരുണ്ടാവുക. അവരാണ് വീവിംഗ് റിലേഷൻ നെയ്തെടുക്കുന്നു, ബന്ധങ്ങൾ നെയ്തെടുക്കുന്നവരാണ്. ഓക്കെ, ഓർഗനൈസിങ് ഹൗസ് ഹോൾഡ് ടാസ്ക്, വീട്ടിലെ എല്ലാ ടാസ്കുകളും എല്ലാം അത് ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നത്. നിങ്ങളുടെ രണ്ടാമത്തെ ഉത്തരവാദിത്വം, നിങ്ങളുടെ രണ്ടാമത്തെ റോളും നിങ്ങളുടെ വീട്ടിലെ ഉത്തരവാദിത്വ ജോലി ഓർഗനൈസ് ചെയ്യുന്നില്ല. ഓക്കെ, ഗോ അഹെഡ് വിത്ത് ദ തേർഡ് വൺ, മാനേജിംഗ് ഫാമിലി ബജറ്റ്. ഒരു കുടുംബ ബജറ്റ് മാനേജ് ചെയ്യുന്നത് പലപ്പോഴും ഭർത്താക്കന്മാരല്ല, ഭാര്യമാരാണ്. കിട്ടുന്ന ശമ്പളം കൊണ്ട് എങ്ങനെ പോകണം എന്ന് തീരുമാനിച്ച് അതൊക്കെ നോക്കി കൃത്യമായിട്ട് ഞാൻ എന്റെ ലോൺ അടഞ്ഞു പോകുന്നുണ്ടോ, ഇൻഷുറൻസ് അടക്കുന്നുണ്ടോ. ഇന്നലെ എന്റെ വൈഫ് എനിക്ക് മെസ്സേജ് വെച്ചു വാട്സാപ്പിൽ, KSEB ബില്ല് വന്നിട്ടുണ്ട്, ഓർമ്മിച്ചു വന്നിട്ടുണ്ട്. KSEB ഓൺലൈൻ അടക്കാലോ, അപ്പൊ ഞാൻ ഓൺലൈൻ അടക്കാം. ഇന്നലെ ഞങ്ങൾക്ക് നോക്കാം KSEB ബില്ലിന്റെ ലാസ്റ്റ് ഡേയ്സ് ആണ്. നമ്മളറിയില്ല, അങ്ങനെ ഓർമ്മിപ്പിക്കാൻ ഒരു ഭാര്യ എനിക്കില്ലെങ്കിൽ എന്റെ വീട്ടിലെ ഫ്യൂസ് വണ്ടേ കൂടിയിട്ടുണ്ടാവും. ആര് ഓർമ്മിക്കുന്നതൊക്കെ എവറിങ്. ഹെൽത്ത് ഇൻഷുറൻസ് ഈ മാസത്തിൽ 17ാമത്തെ ഹെൽത്ത് ഇൻഷുറൻസ് തീരും, വേണം എടുത്തോ. എവരിത്തിങ് നമ്മൾ ശ്രദ്ധിക്കുക. വീട്ടിലെ ഫാമിലി ബഡ്ജറ്റ് ഇത്രയും പ്രോപ്പറായിട്ട് നോക്കുന്നത് ഭാര്യമാരല്ലാതെ വേറെ ആരും ആയിരിക്കില്ല. ഓക്കെ, എംപവറിംഗ് ചിൽഡ്രൻ, നമ്മളുടെ കുട്ടികളെ കരുത്തുള്ളവരാക്കുന്നത്, അവരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, അവരെ ടീച്ച് ചെയ്യുന്നത്, അവരെ കോച്ച് ചെയ്യുന്നത്, അവരെ വളർത്തിയെടുക്കുന്നത്, ഒരു സംശയം വേണ്ട, അതിന് അച്ഛന്മാരെക്കാൾ കൂടുതൽ റോള് എന്ത് പറഞ്ഞാലും അമ്മമാർക്ക് തന്നെയാണ്, സ്ത്രീകൾക്ക് തന്നെയാണ്. ആൻഡ് ദെൻ ഫൈനലി നർച്ചറിംഗ് സോഷ്യൽ കോഷൻ. എതിരാണ് സുഷമ ചേച്ചിക്കുള്ള ഒരു സ്ത്രീ ലയൺസ് എന്റെ വൈസ് ഗവർണറായി മത്സരിച്ചത്. ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പക്ഷെ കൊറോണ ഒന്നും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വലിയൊരു മത്സരത്തിൽ അവര് വളരെ മികച്ചൊരു മത്സരത്തിൽ അവർ ജയിച്ചു. എന്തൊക്കെ ഒരു ആവശ്യമില്ല, അങ്ങനെയൊക്കെ റിസ്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കമ്പനിയിൽ ഒരു പോയി ചെയ്താൽ പോലെ. ഞങ്ങളൊക്കെ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങുന്നതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഈ സോഷ്യൽ കോഷൻ എന്ന സാധനമുണ്ട്, സാമൂഹ്യ പ്രതിബദ്ധത എന്നൊരു സാധനമുണ്ട്. ഈ IQ ഇന്റലിജൻ ബുദ്ധിശക്തി പോലുള്ള വേറെ സാധനമാണ് ഈ SQ എന്ന് പറയുന്നത്, സോഷ്യൽ കോഷൻ. അതായത് നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ഇവിടെ വരുന്നത് എല്ലാവരും ചെയ്യുന്നുണ്ടാവും. ഈ ഒരു വലുത എന്ന് പറയുന്നത് കേവലം നമ്മളെ കുടുംബ ജീവിതത്തിന് മാത്രം ഒതുങ്ങിനപ്പുറം ഈ കുടുംബശ്രീ പ്രവർത്തകരൊക്കെ ചെയ്യുന്നത് പോലെ സമൂഹത്തിന്റെ ഭാഗമാകാനും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ നിർവഹിക്കുന്ന ഒരു സാമൂഹ്യ അവബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും നിങ്ങൾക്ക് ഉണ്ടായേ പറ്റൂ. അല്ലാതെ വെറുതെ നിങ്ങൾ എത്ര കാശുകാരാണെങ്കിലും വെറുതെ വീട്ടിൽ മാത്രം ഇരിക്കുന്ന ജീവിതമാകരുത്. നല്ല സാരിയൊക്കെ വാങ്ങിയിട്ട് ഷെൽഫിൽ വെച്ചിട്ടുണ്ടാവും, സ്പെഷ്യൽ ഒക്കേഷൻ ധരിക്കാൻ അത് ചിലപ്പോൾ വരുന്നില്ല. സ്പെഷ്യൽ ഒക്കേഷൻ ധരിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ തൊടാത്ത സാരിയും ഡ്രസ്സും വെച്ചിട്ടുണ്ടാവും, വെയിറ്റിംഗ് ഫോർ എ സ്പെഷ്യൽ ഒക്കേഷൻ. എപ്പോ വരുന്നത് എനിക്കറിയില്ല, എടുത്ത് ധരിക്ക് വെറുതെ പുറത്തേക്ക്. അതായത് വൈശുദ്ധിയെ നമ്മുടെ ലൈഫൊക്കെ ഉള്ളൂ. ഇവിടെ ജീവിതം എന്ന് പറയുന്നത്, നിങ്ങൾ പണ്ട് ഇതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഓണത്തിന് ഈ വായിൽ സ്പൂണും അതിലൊരു നാരങ്ങയും വെച്ചൊരു ഓട്ട മത്സരമുണ്ട് അല്ലെ, ഇവിടെയൊക്കെ ഉണ്ടാവും, പലപ്പോഴൊക്കെ ഉണ്ടാവും അല്ലെ, ഇപ്പോഴും ഉണ്ട് അല്ലെ. സ്പൂൺ വിത്ത് ലെമൺ റൈസ്. ആരാ ജയിക്കുക? അതാ പങ്കരാശിയെ ജയിക്കൂ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, സ്ഥിരം ജയിക്കുന്ന ലേഡി ഉണ്ടോ നാട്ടിലായിരുന്നു, അതല്ല. ആരെ ജയിക്കുക? ഈ വായിൽ സ്പൂണും വെച്ചിട്ട് ആ സ്പൂണിൽ ചെറുനാരം വെച്ചിട്ട് 50 മീറ്റർ ഓടുന്നു. എന്ത് രസമേ കാണാൻ, ഭയങ്കര രസമേ കാണാൻ. ആരാണ് ജയിക്കുക? ആദ്യം എത്തുന്ന ആള് ജയിക്കണം നിർബന്ധമുണ്ടോ? 50ാമത്തെ മീറ്റർ ആ അവസാനത്തെ സ്ഥലത്ത് ആദ്യം എത്തുന്ന ആള് തന്നെ ആയിരിക്കുമോ ജയിക്കണം നിർബന്ധമുണ്ടോ? ആദ്യം എത്തിയാൽ മാത്രം പോരാ, സ്പൂണിൽ എന്തുണ്ടാവണം? നാരങ്ങ ഉണ്ടാവണം, അല്ലെങ്കിൽ ജയിക്കൂല. ഓടുന്ന ഓട്ടത്തിൽ നാരങ്ങ താഴ വേണ്ടിയിട്ട് ഒരു കാര്യമില്ല. ഈ നാരങ്ങ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ കുറച്ച് ലക്ഷ്യങ്ങളും മൂല്യങ്ങളാണ്. ഇങ്ങനെ ഓടി മത്സരിച്ച് തീർത്തിട്ട് കാര്യമില്ല. എന്തെങ്കിലും ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവണം, എന്തെങ്കിലും ചില മോഹങ്ങൾ ഉണ്ടാവണം,
എന്തെങ്കിലും ചില മൂല്യങ്ങളാണ് അതാണ് ആരെങ്കിലും പോലെ കരുതി കൊണ്ടുപോയി കഴിയണം ഓക്കെ. ദർ ഇസ് നോ പ്രോബ്ലം ദാറ്റ് യു കനോട്ട് സോൾവ് ഇഫ് യുവർ ഫോക്കസ് ഈസ് ഓൺ സൊല്യൂഷൻസ്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പരിഹാരങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ലോകത്തില്ല. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പരിഹാരത്തിലായിരിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കോ നിങ്ങളുടെ കൂടികൾക്കോ തോന്നിയാൽ നിങ്ങളുടെ പ്രശ്നത്തിലോ വ്യക്തികളെ ഫോക്കസ് ചെയ്തത്. നിങ്ങളുടെ ഫോക്കസ് പരിഹാരത്തിൽ, ഈ പ്രശ്നത്തിന് എങ്ങനെ ഞാൻ ഒരു പരിഹാരം കണ്ടെത്തുന്നത് മാത്രമേ ചിന്തിക്കാവൂ. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പരിഹാരങ്ങളിലാണെങ്കിൽ ഈ ലോകത്തിലെ ഏത് പ്രശ്നവും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത സന്തോഷകരമായ വളരെ എംപവേർഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ഇങ്ങനെ വരാൻ പറ്റിയാൽ നന്ദനോട് കൂടെ ഇവരെ സംചരിക്കാൻ പറ്റിയാൽ എന്നെ ക്ഷണിച്ചത് ജോർജിദാസ് സാറ് ഞങ്ങളുടെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡാൻസിന്റെ പാസ്റ്റ് കൗണ്ടറാണ്. വീണ്ടും മണപ്പുറത്ത് വരാൻ പറ്റിയാലും നിങ്ങളെ കാണാൻ ഒരു സന്തോഷം. മണപ്പുറത്ത് നിങ്ങൾക്ക് നൽകുന്ന ഇത്രയും വലിയ സാമൂഹ്യ പ്രവർത്തനങ്ങളെ കരുത്തു പകരാനും നിങ്ങൾക്കും എല്ലാം നമ്മളെയൊക്കെ പ്രാർത്ഥന നന്ദേട്ടൻ കുടുംബത്തിലും എല്ലാ കാലത്തും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും. അദ്ദേഹത്തിന്റെ ഭാവി ഞങ്ങളെ ലയൻസിന്റെ ഒരു ഇന്റർനാഷണൽ പ്രസിഡന്റായി ഞങ്ങൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തെ ആ പദവിയിലെത്താൻ എന്നെ പോലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും എല്ലാം നമ്മളും നിന്നുകൊണ്ട് തീർച്ചയായിട്ടും നല്ലത് വരട്ടെ. രണ്ട് ടൈപ്പ് ആൾക്കാരെ ലോകത്തുള്ളൂ. ഒന്നാമത്തെ ടൈപ്പ് ആൾക്കാര് അവരെവിടെ പോകുന്നുവോ അപ്പോൾ ആൾക്കാർ ഹാപ്പി ആവും. അവരെവിടെ പോകുന്നു, ചില ആൾക്കാർ വീട്ടിൽ അടിയുന്നു, എനിക്ക് സംഭവം കേൾക്കുന്നു. ചില ആൾക്കാർ ചില സ്ഥലത്ത് പോയ ആൾക്കാർ ഫുൾ ഹാപ്പി ആവും. ഈ കണ്ടിട്ടില്ലേ? അപ്പൊ അവരെവിടെ പോകുന്നു ആൾക്കാർ ഹാപ്പി. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരെ അവരെപ്പം പോകുന്നു അപ്പൊ ആൾക്കാർ ഹാപ്പി ആവും. നിങ്ങൾ എന്നെ രണ്ടാമത്തിൽ പെടുത്തരുത്. ഞാൻ അധികം പേരുടെ പോയിക്കോളാം. താങ്ക് യു വെരി മച്ച്. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.